യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങൾക്ക് ജയം നൽകും. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്ക് അഭിഷേകം പകരുന്നതാണ്. യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങൾക്ക് ജയം നൽകുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഹല്ലേലൂയ ദൈവികത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ആരംഭിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പൈശാചിക ശക്തി ഭയപ്പെടുന്ന ഒന്നേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ മുമ്പിലാണ്. രക്തത്തിന് മുമ്പിൽ അവൻ സകലതും അടിയറവ വെച്ചു. അവന്റെ സർവ്വ ആയുധ വർഗങ്ങളും അല്ലെങ്കിൽ രക്തത്തിന്റെ മുമ്പിൽ അടിയറവ വെച്ചതുപോലെ ഇന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങും. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇറങ്ങും. ആ പുനരുദ്ധാന ശക്തി ഇറങ്ങും. നിശ്ചയമായിട്ട് ആ ശക്തി ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളോട് പോരാടിക്കൊണ്ട് നിൽക്കുന്ന, നിങ്ങളുടെ നന്മയ്ക്ക് പോരാടിക്കൊണ്ട് നിൽക്കുന്ന, നിങ്ങളുടെ ജീവിതത്തോട് പോരാടിക്കൊണ്ട് നിൽക്കുന്ന, നിങ്ങളുടെ പ്രാണനോട് പോരാടിക്കൊണ്ട് നിൽക്കുന്ന, നിങ്ങളെ രോഗം കൊണ്ട് പോരാടിയിരിക്കുന്ന, ഇതിനെ ജയിക്കുന്ന ഒരേ ഒരു രക്തമേ ഉള്ളൂ. അത് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ധ്യ സമയത്ത് ഹല്ലേലൂയ ഈ 6-ാം മണിയിൽ ദൈവത്തിന്റെ വചനമായി ദൈവം എന്നെ ഇവിടെ ഇരുത്തിയെങ്കിൽ ഇന്ന് ഈ വചനം ഹല്ലേലൂയ എന്നെ കേൾക്കുന്നവർക്കും ഇനി കേൾക്കാൻ പോകുന്നവർക്കും ലോകത്തിലെ 6 വൻകരകളിൽ ഇരിക്കുന്ന ഹല്ലേലൂയ ജനത്തിന് ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഈ സന്ധ്യ സമയത്ത് വലിയൊരു വിടുതല് കർത്താവ് തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഹല്ലേലൂയ ആ ജീവന്റെ രക്തം, ആ ജീവന്റെ ശക്തിയുടെ രക്തം, ജീവന്റെ അത്ഭുത രക്തം ഇന്ന് ഇവിടെ വ്യാപരിക്കാൻ പോകുക. ഈ വചനത്തിലൂടെ ഞാൻ പറയുന്ന വാക്കുകളിലൂടെ യേശുവിന്റെ രക്തം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ മൺകൂടാരത്തിലേക്ക്, നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ വിഷയത്തിലേക്ക്, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിലേക്ക് ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ ശക്തിയായ യേശുവിന്റെ രക്തം വ്യാപരിക്കുവാൻ ഇടയാക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഹല്ലേലൂയ ഈ സന്ധ്യ സമയത്ത് യേശുക്രിസ്തുവിന്റെ രക്തത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ വചനം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ദൈവം എനിക്ക് തന്ന ആ സാവകാശത്തിനായി, സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഒരിക്കൽ കൂടി ഞാൻ ചോദിച്ച് ദൈവത്തിന്റെ ആത്മാവിലേക്ക്, ആ ദൈവീയ ആത്മാവിന്റെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യേശുവിന്റെ രക്തം നിങ്ങൾക്ക് ജയം നൽകും. ഒന്നുകൂടി നമുക്ക് ഒന്നിച്ച് പറയാം. യേശുക്രിസ്തുവിന്റെ രക്തം എനിക്കും എൻ്റെ കുടുംബത്തിനും ജയം നൽകും. സ്തോത്രം. ഒന്നും കൂടി പറയാമോ? യേശുക്രിസ്തുവിന്റെ രക്തം എനിക്കും എൻ്റെ കുടുംബത്തിനും ജയം നൽകും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ എല്ലാവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒന്ന്, യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ്. യേശുക്രിസ്തുവിന്റെ രക്തം എന്ത്? പരിശുദ്ധ രക്തമാണ്. അല്ലെങ്കിൽ അതിന് ഒരു വചനം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. ഇത് ഹല്ലേലൂയ അനേകർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി ഹല്ലേലൂയ ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിന്റെ രക്തമാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇത് അനേകരുടെ പാപം മോചിക്കുവാനുള്ള, അനേകരുടെ ഹല്ലേലൂയ പാപവും അതിക്രമവും ശാപവും രോഗവും പൊട്ടിക്കുവാനുള്ള, തകർത്ത് കളഞ്ഞ് അവനെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരേ ഒരു രക്തമേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തമാണ്. ഈ ഭൂമിയിൽ അനേകായിരങ്ങൾ, കോടിക്കണക്കിന് ഹല്ലേലൂയ മനുഷ്യവർഗം ജനിച്ചു, മരിച്ചിട്ടുണ്ട്, ഇനിയും ജനിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അനേക മഹാന്മാർ, അനേക തത്വചിന്തകന്മാർ, അനേക രാഷ്ട്രീയ പ്രമാണികൾ, രാജാക്കന്മാർ ഹല്ലേലൂയ ബുദ്ധിയും കൊണ്ടും ശക്തി കൊണ്ടും ഹല്ലേലൂയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടും ഹല്ലേലൂയ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അനേകരുണ്ട്. പക്ഷെ അവരെല്ലാം ഹല്ലേലൂയ പാപത്താൽ പിറക്കപ്പെട്ടവരാണ്. അവരുടെ രക്തത്തിന് ഒരു മനുഷ്യന്റെ ഹല്ലേലൂയ പാപത്തെ മോചിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ രക്തം കൊണ്ടോ ഹല്ലേലൂയ ഒരു ജനത്തിന് വിടുതൽ സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ ഒരു വ്യക്തിക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പാപരഹിതമായ ഹല്ലേലൂയ പാപത്തിൽ ജീവിക്കാത്ത, പാപത്തിൽ ജനിക്കാത്ത യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ ഈ ലോകത്തിലെ മാനവകുലത്തിന്റെ പാപത്തെ മോചിക്കുവാൻ കഴിയത്തുള്ളൂ.
ആദാമ്യവർഗം പാപം ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയി. ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്ന് അവർ മാറിപ്പോയപ്പോൾ ഹല്ലേലൂയ അവർ പാപം ചെയ്തു. എന്ന് വെച്ചാൽ ഇവിടെ വചനം റോമർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ വന്നു. അപ്പൊ മരണം വന്നു, പാപത്താൽ മരണം വന്നു. പാപം മരണത്തിലേക്ക് കൊണ്ടുപോകും, പാപം രോഗത്തിലേക്ക് കൊണ്ടുപോകും, പാപം ബന്ധനത്തിലേക്ക് കൊണ്ടുപോകും, പാപം നിന്റെ നന്മയെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് ഈ പാപത്തിൽ നിന്ന് ജനത്തെ മോചിക്കുവാൻ മനുഷ്യൻ തന്നെ പല മാർഗങ്ങൾ കണ്ടുപിടിച്ചു. മൃഗങ്ങളെ കൊണ്ടുള്ള യാഗങ്ങൾ അർപ്പിച്ചു, രക്തബലികൾ കൊടുത്തു, കുഞ്ഞുങ്ങളെ ബലി കൊടുത്തു, നരബലികൾ കൊടുത്തു, ഇങ്ങനെ മൃഗങ്ങളെ കൊടുത്തു. പല രീതിയിൽ ചെയ്തിട്ടും ജനത്തിന് പാപത്തിൽ നിന്നൊരു മോചനം ലഭിക്കുന്നില്ല. ഇന്നും അനേകായിരങ്ങൾ പാപമോചനത്തിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ, വിവിധ മേഖലകളിൽ, വിവിധ ആചാര മേഖലയിൽ പോയി അത് പാപത്തിന് വേണ്ടി പരിഹാര കർമ്മങ്ങൾ, ക്രിയകൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നും അവരുടെ ജീവിതത്തിൽ പാപത്തിൽ നിന്നൊരു മാറ്റം അവർക്ക് ലഭിക്കുന്നതായി കാണുന്നില്ല. അവർ പോയിട്ട് തിരിച്ചു വരുമ്പോഴും പലപ്പോഴും അവർ പാപത്തിലേക്ക് വീണ്ടും അകപ്പെട്ടു പോവുകയും പാപം ചെയ്യുന്നവരായും പാപപ്രവൃത്തികളിലേക്ക് വീണ്ടും അവര് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഒരുവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചാൽ അവന് പിന്നെ പാപം ചെയ്യാൻ കഴിയത്തില്ല. അവൻ പുതിയ സൃഷ്ടിയായി തീരുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അല്ലല്ല, അവന് മാറ്റമില്ല, അവന് ഇനി പാപമില്ല. പാപം ഇരിക്കുന്നത് കൊണ്ട്, പാപം അവന്റെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് പാപം ചെയ്യുവാൻ പ്രേരണ വരും. ഹല്ലേലൂയ. ഒരു സമയത്തേക്ക് നമ്മൾ ചിലപ്പോ പോകുന്ന മേഖലയിൽ നിൽക്കുമ്പോൾ പാപം ചെയ്തില്ലെങ്കിലും നാം മാറിപ്പോകുന്ന മേഖലകളിൽ അതിൽ നിന്നും വിട്ട് ആ അന്തരീക്ഷത്തിൽ നിന്ന് മാറുമ്പോൾ വീണ്ടും നമ്മൾ പാപം ചെയ്യുന്നവരായിത്തീരും. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തം നിന്നെ പൂർണ്ണമായി നിന്റെ മുഴുവൻ പാപവും ശുദ്ധീകരിച്ച് നല്ലൊരു വ്യക്തിയാക്കി തീർന്നാൽ നീ വീണ്ടും ആ പാപത്തിലേക്ക് പോകില്ല. അതാണ് യേശുവിന്റെ രക്തത്തിന്റെ പവർ. എന്നുവെച്ചാൽ ഇത് ഭൂമിയിൽ നിന്നുണ്ടായ രക്തമല്ല, ദൈവം തന്നെ ജഡാവതാരം എടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനായി ജീവിച്ചു. പാപം വഴിയ സകലത്തിലും നമ്മെ പോലെ സമസ്വഭാവമുള്ളവനായി ജീവിച്ചോട്ടെ. അനേക രോഗങ്ങളെ സൗഖ്യമാക്കി, അനേകരെ മരിച്ചവരെ ഉയർപ്പിച്ചു, അനേകരുടെ ബന്ധനങ്ങളെ അഴിച്ചു. എങ്കിലും മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി പിതാവായ ദൈവം അയച്ച ആ ദൈവ പ്രവൃത്തി ചെയ്യുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ആ രക്തം പുതിയ നിയമത്തിന്റെ രക്തമായി തീർന്നു. ആര് ഈ രക്തത്തിന്റെ സന്നിധിയിൽ വരുന്നു, ആര് ഈ രക്തത്തിൽ വിശ്വസിക്കുന്നു, അവർക്ക് ഇന്ന് സന്ധ്യയ്ക്ക് ദൈവത്തിന്റെ ആത്മാവറിയ ഒരു മോചനം ലഭിക്കാൻ പോവുക. അതെ, പാപത്തിൽ നിന്നൊരു മോചനം ലഭിക്കാൻ പോവുക, ശാപത്തിൽ നിന്നൊരു മോചനം ലഭിക്കാൻ പോവുക, രോഗത്തിൽ നിന്നൊരു മോചനം ലഭിക്കാൻ പോവുക. രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി ഈ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ അഴിഞ്ഞു മാറട്ടെ. നിന്റെ ഉദര സംബന്ധമായ രോഗത്തെ ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ അഴിഞ്ഞു മാറുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നീ വിശ്വസിക്കുന്നെങ്കിൽ സഹോദരൻ, നീ വിശ്വസിക്കുന്നെങ്കിൽ സഹോദരി, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി ആ യേശുവിന്റെ രക്തം, അതെ പാവന രക്തം, പുണ്യ രക്തം, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ തലമുറയിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരിക. ശത്രുവിന്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാണ്. ശത്രുവിന്റെ കോട്ടകൾ തകരുകയാണ്. അന്ന് പൈശാചികൻ വിറയ്ക്കുന്ന, അവൻ ഭയപ്പെടുന്ന ഒന്നേ ഉള്ളൂ, അത് കാൽവരിയിൽ നമുക്ക് വേണ്ടി ജീവൻ വെച്ചു തന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകപ്പെട്ട ഓരോ തുള്ളി രക്തവും പൈശാചിക കോട്ടകൾ തകരും, ശാപക്കെട്ടുകൾ തകരും, പാപത്തിന്റെ അന്ധകാര മണ്ഡലങ്ങൾ തകർന്ന് ഇന്ന് സന്ധ്യയ്ക്ക് ദൈവത്തിന്റെ ആത്മാവറിയ, എന്നെ കേൾക്കുന്നവരുടെ ദൈവത്തിന്റെ ആത്മാവറിയ, നീ ഏത് പാപത്തിൽ അകപ്പെട്ടാലും, ഏത് അന്ധകാരത്തിൽ അകപ്പെട്ടാലും ഈ കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ചൊരിഞ്ഞ യേശുവിന്റെ രക്തം നിങ്ങളെ പൂർണ്ണമായി വിടുവിച്ച് ദൈവത്തിന്റെ തേജസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരുത്തുവാൻ ഇടയാകും. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നുകൂടി ആ വചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന, ഇത് അനേകർക്കായി, ഒരാൾക്ക് വേണ്ടിയല്ല,
ലോകത്തിലുള്ള സകലജനം. ഒന്നുകൂടി പറയട്ടെ, യേശു ഒരു മതത്തിന്റെ വക്താവല്ല, ഏതെങ്കിലും സംഘടനയുടെ വക്താവല്ല യേശു, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി ഇറങ്ങി വന്നവനല്ല യേശു. ലോകത്തിൽ പിറക്കപ്പെട്ട് ഇനി പിറക്കാനിരിക്കുന്ന മാനവ കുലത്തിനു വേണ്ടി മാത്രം. അവിടെ ജാതിയില്ല, വംശമില്ല, ഗോത്രമില്ല, ഭാഷകളില്ല, നിറമില്ല, ആണ് പെണ്ണ് എന്ന് വ്യത്യാസമില്ല. സകലർക്കും, വിളിച്ചപേക്ഷിക്കുന്ന സകലർക്കും പുണ്യരക്തമായി പാവരഹിത രക്തമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്നുവാൻ ഈ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പ്രിയ സഹോദരൻ, നീ എങ്ങും പോകണ്ട, നീ ഒരിടത്തും പോകണ്ട, നീ പണം ചെലവാക്കേണ്ട. നിന്റെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ നീ ഇപ്പോൾ തന്നെ ഒന്ന് വിശ്വസിച്ചാൽ ആ പാപത്തിൽ നിന്നും മോചനം തരുവാൻ ഈ കാൽവരി ഞങ്ങൾക്ക് വേണ്ടി 2000 വർഷത്തിനു മുമ്പേ മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യസ്ഥനായി തൂങ്ങിക്കിടന്ന ആ കർത്താവായ യേശുവിന്റെ രക്തം നിന്റെ പാപത്തെ, നിന്റെ ശാപത്തെ, നിന്റെ രോഗത്തെ മോചിപ്പിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക്, അത് ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവിക ആലോചനയിലേക്ക്, ദൈവിക പദ്ധതിയിലേക്ക്, ദൈവിക കൃപയിലേക്ക്, ദൈവിക അഭിഷേകത്തിലേക്ക്, ദൈവിക ശക്തിയിലേക്ക്, ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുവാൻ കഴിയും. അതാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുന്ന ആ പുണ്യരക്തമായിരിക്കുന്ന യേശുവിന്റെ രക്തം. ഈ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. ഇനി എന്തൊക്കെ പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്തിന് മാത്രമേ പാപം മോചിക്കുവാൻ കഴിയത്തുള്ളൂ. യേശുവിന്റെ രക്തത്തിന് മാത്രമേ നിന്റെ ശാപത്തെ മോചിക്കുവാൻ കഴിയത്തുള്ളൂ. യേശുവിന്റെ രക്തത്തിന് മാത്രമേ നിന്റെ കുടുംബത്തെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. വിശ്വസിച്ചാൽ സ്തോത്രം ചെയ്യാം. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയപ്പെട്ട ഹല്ലേലൂയ പുതിയ നിയമത്തിന്റെ രക്തമാണ്. ഒരു പുതിയ നിയമം എഴുതുകയാണ്, പുതിയ നിയമം എഴുതുകയാണ്, ആ ഒരു പുതിയ പദ്ധതി എഴുതുകയാണ്. എന്നുവെച്ചാൽ കഴിഞ്ഞ നാളുകളുള്ളതെല്ലാം മാറ്റിയിട്ട് നിനക്ക് വേണ്ടി പുതിയത് എഴുതുന്നതാണ് ഈ യേശുവിന്റെ രക്തം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ഇന്ന് വിശ്വസിച്ചാൽ നിനക്ക് വേണ്ടി പുതിയത് ഒന്ന് കർത്താവ് എഴുതുകയാണ്. സ്തോത്രം ചെയ്തോ. ഇത് വരും ദിവസങ്ങളിൽ നിനക്ക് വിടുതലായി, അനുഗ്രഹമായി പുറത്തു വരാൻ പോകുക. പുതിയത് ഒന്ന് ദൈവം നിനക്ക് യേശുവിന്റെ രക്തത്താൽ എഴുതുക. സ്തോത്രം ചെയ്തോട്ടെ. ആ ദൈവത്തിന് മഹത്വം കൊടുത്തോട്ടെ. കർത്താവിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുക. നമുക്ക് തിരുവെഴുത്തുകളിൽ നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം യേശുവിന്റെ രക്തത്തെ കുറിച്ച്. മത്തായിയുടെ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിനുള്ള എന്റെ രക്തം. ഇവിടെയും വചനങ്ങളെ, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്ന നിയമത്തിന്റെ രക്തമാണെന്ന് പറയുന്നു. അപ്പൊ യേശുവിന്റെ രക്തം പാവന രക്തമാണ്, അല്ലെങ്കിൽ പരിശുദ്ധ രക്തമാണ്, പാപരഹിത രക്തമാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. എന്നുവെച്ചാൽ ലോകത്തിൽ അനേകായിരം പുസ്തകങ്ങൾ, കോടിക്കണക്കിന് പുസ്തകങ്ങൾ, കോടിക്കണക്കിന് ആൾക്കാർ എഴുതിയതുണ്ട്, പല മത ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, ഒരുവന്റെ പാപത്തെ മോചിക്കുവാനാണ് സ്വർഗസിംഹാസനം വെടിഞ്ഞ് ഞാൻ ഇറങ്ങി വന്ന് എന്റെ രക്തത്തിന് കഴിയുമെന്ന് പറയുന്ന ഒരേ ഒരു ഗ്രന്ഥമേ ഉള്ളൂ. ഞങ്ങൾ വിളിച്ചു പറയുന്ന, ഞങ്ങളെ രക്ഷയിൽ കൊണ്ടുവന്ന് ഞങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ശ്രേഷ്ഠ വചനമായി പറയുവാൻ നിർത്തിയ ആ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. അനേക ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, പലരും അനേക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. തത്വചിന്തകന്മാരുണ്ട്, അനേക പണ്ഡിതന്മാരുണ്ട്, ശ്രേഷ്ഠ പണ്ഡിതന്മാരുണ്ട്. അവരെ പോലെയുള്ളവര് പിന്നെ കാണുന്നില്ലെങ്കിലും പലരും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അനേക ആയിരം പുസ്തകങ്ങൾ എഴുതിയവരുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഒരുത്തരം എഴുതി വെച്ചിട്ടില്ല, എന്റെ രക്തം നിങ്ങളുടെ പാപമോചനത്തിന് പരിഹാരമാണെന്ന് എഴുതി വെച്ചിട്ടില്ല. എന്നാൽ ഒരിടത്തും മാത്രമേ എഴുതിയിട്ടുള്ളൂ, വിശുദ്ധ വേദപുസ്തകത്തിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. പാപമോചനത്തിന് ഒരേ ഒരു രക്തമേ ഉള്ളൂ, അത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന നിങ്ങളുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനായി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത് മരിച്ചവരെ ഉയർപ്പിച്ച്
വേണ്ടിയിട്ട്, നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി ഗാഗുൽത്ത മലയിൽ എന്റെ രക്തം ചൊരിഞ്ഞു തന്ന എന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ആ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ. നമുക്കൊരു വചനം കൂടി വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 22:20. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം. ഇവിടെ പറയും, ഈ പാനപാത്രം ചൊരിയുന്ന എന്റെ രക്തം പുതിയ നിയമത്തിന്റെ രക്തമാണ്. സഹോദരം, അവിടെ അതൊരു ദൃശ്യമായി കാണിക്കുന്ന ഒരു എന്താ പറയാ, ഒരു ബീഞ്ഞിലും അപ്പത്തിലും അതിനെ കാണിക്കുന്നെങ്കിലും വരും ദിവസങ്ങളിൽ യേശു കർത്താവ് തൻ യാഗമായി തീരുകയും തന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകപ്പെടുന്ന രക്തത്തെയാണ് അത് കാണിക്കുന്നത്. ഇതെന്റെ പുതിയ നിയമത്തിന്റെ രക്തമാകുന്നു. ഹല്ലേലൂയ. പാപരഹിത രക്തം, പരിശുദ്ധ രക്തം, പുണ്യരക്തം, വിടുതലിന്റെ രക്തം, അനുഗ്രഹത്തിന്റെ രക്തം, അത് കാൽവരി ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചു തന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. നമുക്ക് ഒന്നുകൂടി വചനം വായിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇത് പറയുന്നു, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ, ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലോ. അപ്പോൾ ഈ രക്തത്തിന് എന്തൊരു ഒരു കൂട്ടായ്മ ഒരുക്കുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം നിങ്ങൾക്ക് തരുമ്പോൾ ഒരു കൂട്ടായ്മ നമ്മുടെ ഇടയിൽ ഉണ്ടാക്കാൻ പോവുകയാണ് ദൈവം. ഒരു കൂട്ടായ്മ ദൈവം തരാൻ പോവുക. എവിടെങ്കിലും കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, എവിടെങ്കിലും ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഒരു കൂട്ടായ്മ തരുവാൻ ഒരേ ഒരു രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായി തീർന്ന ഞാൻ തന്നെ ഇടയനും, ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനും എന്ന് പറഞ്ഞ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. സ്തോത്രം. ആ രക്തം പറയുകയാണ്, ഇതൊരു എന്റെ രക്തം അനുഗ്രഹത്തിന്റെ രക്തമാണ്. ഇത് ശാപത്തിന്റെ രക്തമല്ല പ്രിയപ്പെട്ടവരെ. ശാപം മാറ്റുന്ന രക്തം യേശുവിന്റെ രക്തം മാത്രമാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി നീ മൃഗത്തെ കൊടുക്കേണ്ട യാഗമായി, അതിനുവേണ്ടി നിന്റെ തലമുറയെ കൊടുക്കണ്ട, അതിനുവേണ്ടി നീ പക്ഷികളെ കൊടുക്കണ്ട, ഒന്നിനെയും കൊടുക്കണ്ട. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ കുടുംബത്തിന് മാത്രമല്ല, നിന്റെ രാജ്യത്തിന് മാത്രമല്ല, ലോക രാജ്യത്തിൽ പിറന്നു വീണ ഇനി പിറക്കാൻ പോകുന്ന സകലർക്കും വേണ്ടി ഒരിക്കലായി യാഗമായി തീർന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവം തന്നെ ജഡാവതാരമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് നിന്റെ പാപത്തെ മോചിക്കുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയാ, ഈ രക്തം എന്താ? അനുഗ്രഹത്തിന്റെ രക്തമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന സഹോദരി, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് ഹല്ലേലൂയ ആ രക്തത്തിന്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നാൽ നീ അനുഗ്രഹം പ്രാപിക്കും. രക്തത്തിന്റെ ശക്തി നിന്നെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും. ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസികമായ നിലയിൽ ഒരു വലിയ ദൈവ പ്രവൃത്തി ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോകുക. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ആരംഭിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ദുഷ്ടൻ എത്ര വില പറഞ്ഞ് പിടിച്ചാലും, ദുഷ്ടൻ എത്ര വാദിച്ചു പിടിച്ചാലും, ഇന്ന് യേശുവിന്റെ രക്തം അതിനെ തകർത്തു മാറ്റും. എത്ര വലിയ ചങ്ങല കൊണ്ട് പൂട്ടിയാലും, എത്ര ബന്ധനങ്ങളിൽ അകപ്പെടുത്തിയാലും, എത്ര കോട്ടകൾ പൂട്ടിയിട്ടാലും, ഇന്ന് രാത്രി നീ വിശ്വസിച്ചാൽ നിനക്ക് വേണ്ടി ഈ രക്തം അതിനെ തകർത്തു മാറ്റും. സ്തോത്രം. അതാണ് യേശുവിന്റെ രക്തത്തിന്റെ പവർ. ഏത് മനുഷ്യനെ മാറ്റിയെടുക്കുന്ന, ഏത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന, ഏത് മനുഷ്യനെ നല്ല വ്യക്തിത്വമാക്കുന്ന, ശ്രേഷ്ഠ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന, നല്ല വാക്കിലേക്ക് കൊണ്ടുവന്ന, നല്ല പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുവാൻ ഒരേ ഒരു രക്തത്തിനെ കഴിയത്തുള്ളൂ. അത് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അനേക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിനകത്ത് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ സത്യമാണ്. പക്ഷെ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ
ഒരു വ്യക്തിയെ മാറ്റിയെടുക്കുവാൻ, മദ്യപാനിയെ മദ്യത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതിക്രമങ്ങളും ദുർമാർഗങ്ങളിൽ നടക്കുന്നവരെ, ഹല്ലേലൂയ, വീട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കും ഹല്ലേലൂയ ഒരു കീറാമുട്ടി പോലെ ഹല്ലേലൂയ കൊള്ളാത്തവനായി കിടക്കുന്നവരെ മാറ്റിയെടുക്കുവാൻ ഹല്ലേലൂയ ഈ ജീവന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. സഹോദര, നാം അനുഭവിക്കുന്നവരല്ലേ? ആ അനുഭവം എനിക്ക് ലഭിച്ചതാ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ വചനം ഹല്ലേലൂയ പലരെയും വിടുവിക്കാൻ പോകുക. വിശ്വസിക്കുന്നവരും ഈ കേട്ട വചനത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നവർക്കും ഇന്ന് രാത്രിയിൽ കർത്താവ് വലിയ വിടുതൽ നടക്കാൻ പോകുക. അടുത്ത ഒരു വചനം കൂടി നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19:34. ഒന്ന് ഞാൻ പറഞ്ഞത്, യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ്. യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ്. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. സ്വത്രം. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇത് കണ്ടവർ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യമാകുന്നു. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നു എന്ന് അവൻ അറിയുന്നു. അപ്പോ പടയാളികളിൽ ഒരുവൻ യേശു ക്രിസ്തുവിന്റെ വിലാപ്പുറത്ത്, ക്രൂശിൽ കിടക്കുന്ന യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ യേശുവിന്റെ വിലാപ്പുറത്തുനിന്ന് രക്തവും അത് കഴിഞ്ഞ് വെള്ളവും ഒഴുകുന്നതായിട്ട് തിരുവെടുത്തു പറയുന്നു. അത് കുത്തിയവന്റെ അവന്റെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ആ ബ്ലഡ് വീണപ്പോൾ അവന് കാഴ്ച ലഭിച്ചു എന്ന് വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ കണ്ണുകൾക്ക് പ്രോബ്ലമായിരിക്കുന്ന, കണ്ണുകൾക്ക് കാഴ്ച മങ്ങിയിരിക്കുന്ന, തിമിരം രോഗത്തെ, പാടുപോലെ മൂടിയിരിക്കുന്ന രോഗത്തെ സൗഖ്യമാക്കുവാൻ ഇന്ന് യേശുവിന്റെ രക്തത്തിന് കഴിയും. യേശുവിന്റെ വിലാപ്പുറത്ത് കൊത്തിയവന്റെ കണ്ണിനെ ഹല്ലേലൂയ സൗഖ്യമാക്കുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിഞ്ഞെങ്കിൽ വിശ്വസിക്കുന്ന നിനക്ക് അതിലും എത്ര ശ്രേഷ്ഠമായി ദൈവം പ്രവർത്തിക്കും. വിശ്വസിക്കുമോ? യേശുവിന്റെ രക്തം നിന്നെ ഇന്ന് മാറ്റിയെടുക്കും. യേശുവിന്റെ രക്തം നിന്നെ രൂപാന്തരപ്പെടുത്തും. യേശുവിന്റെ രക്തം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുക. മതി എന്ന് പറഞ്ഞ് ഇനി ജീവിതം മതി എന്ന് പറഞ്ഞിരിക്കുന്ന ചിലവരെ കർത്താവിന്റെ രക്തത്തിന്റെ ശക്തി ആ മതി എന്ന് പറയുന്ന വാക്കിനെ മാറ്റി, ആ പൈശാചിക വാക്കുകളെ മാറ്റി, പൈശാചിക ബന്ധനങ്ങളെ മാറ്റി, പൈശാചിക കോട്ടകളെ മാറ്റി പുറത്തു കൊണ്ടുവരാൻ പോകുക. പടയാളികളിൽ ഒരുവന്റെ കണ്ണുകളെ തുറക്കുവാൻ, ഹല്ലേലൂയ, അന്ധനായിരിക്കുന്ന ആ വ്യക്തിയുടെ കണ്ണിനെ തുറക്കുവാൻ ഈ രക്തത്തിന് 2000 വർഷത്തിന് മുമ്പ് കഴിഞ്ഞെങ്കിൽ ഇന്നും വിശ്വസിക്കുന്ന അനേകരുടെ കണ്ണുകളെ, അനേകരുടെ കാതുകളെ, അനേകരുടെ ഊമരായിരിക്കുന്നവരുടെ വായെ തുറക്കുവാനും അനേകരുടെ ഹൃദയ രോഗത്തെ, ബ്ലോക്കുകളെ ഇന്ന് രാത്രി സൗഖ്യമാക്കുവാൻ ഈ യേശുവിന്റെ രക്തത്തിന് കഴിയും. അതെ, ഏത് രോഗത്തെയും സൗഖ്യമാക്കുവാൻ, ഏത് രോഗബന്ധനത്തെ അഴിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു രക്തമേ ഉള്ളൂ. അത് ഞങ്ങൾ വിളിച്ചു പറയുന്ന കാൽവരി ഞങ്ങൾക്ക് വേണ്ടി 2000 വർഷത്തിനു മുമ്പ് ദൈവം തന്നെ ജഡാവതാരമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഞങ്ങളുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനായി ജീവിച്ച കർത്താവായ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. വലിയ ദൈവ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോകുക. വലിയ ദൈവത്തിന്റെ മഹത്വം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുക. ഒരു വചനം കൂടി വായിക്കാം. യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ്. അത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:20 വായിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:20 പറയുന്നു, യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ്. യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ്. അത് കായിന്റെ എല്ലാ അനുഭവങ്ങളും മത്സരത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി യേശുവിന്റെ രക്തം മാറ്റുകയാണ്. നന്മയ്ക്കെതിരായി വ്യാപരിക്കുന്ന അന്ധകാര വ്യാപാരമേ, ഇന്ന് രാത്രിയിൽ യേശുവിന്റെ രക്തത്തിന് മുമ്പിൽ നീ വിട്ടും മാറിയേ മതിയാവും. അതെ, യേശുവിന്റെ രക്തം നിന്നെ വിടിവിക്കാൻ പോകുക. യേശുവിന്റെ രക്തം നിങ്ങളെ മാറ്റിമറിക്കാൻ പോകുക. ആള് മാറിയവനെ പോലെ ചിലവരെ ദൈവത്തിന്റെ ആത്മാവ് പറയുക, പ്രവചനാത്മാവിൽ നിന്ന് രാത്രി ദൈവം നിറയ്ക്കും.
സകല അതിക്രമങ്ങളിൽ നിന്നും സകല ശാപത്തിൽ നിന്നും സകല ബന്ധനത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരേ ഒരു രക്തമേ ഉള്ളൂ. അത് ഞങ്ങൾ വിളിച്ചു പറയുന്ന പരിശുദ്ധ രക്തമായി തീർന്നിരുന്ന യേശുവിന്റെ രക്തത്തിന് മാത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:20 നമുക്ക് വായിക്കാം. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്, യേശുവിൽ സർവസമ്പൂർണതയും വസിപ്പാനും യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്, യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. യേശു മുഖാന്തരം സമാധാനമുണ്ടാക്കി. സമാധാനം എന്തുകൊണ്ടുണ്ടാക്കി? യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ട സമാധാനം, ഏദനിൽ നഷ്ടപ്പെട്ട ദൈവകൃപ, ഏദനിലാണ് സകല പ്രശ്നങ്ങളും ഉടലെടുത്തത്. ഹല്ലേലൂയ. ആദാമ്യ വർഗത്തിൽ തന്നെ ഉടലെടുത്തത്. കാലഘട്ടം അനുസരിച്ച് ജനിച്ചു വീണ ഓരോ തലമുറയിലും ഹല്ലേലൂയ നിരാശകള്, കണ്ണുനീര്, ദൈവതേജസ് ഇതെല്ലാം നഷ്ടപ്പെട്ടവരായി പിറന്നു വീണു. എന്നാൽ അവർക്ക് വേണ്ടി വീണ്ടും ഒരു പുതുജീവൻ നൽകുന്നത് ഹല്ലേലൂയ അത് യേശുവിന്റെ രക്തത്താൽ മാത്രമാണ്. അതെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറയുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. ഇവിടെ പറയാണ് ഹല്ലേലൂയ ആ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, സമാധാനമില്ലാതെ നിൽക്കുന്ന വിഷയത്തിന് ഇന്ന് രാത്രി കർത്താവ് പറയാ, നിനക്ക് വേണ്ടി സമാധാനത്തിന്റെ ദൂതൻ, സമാധാനത്തിന്റെ രക്തം, സമാധാനത്തിന്റെ വചനം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങും. എത്രയൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും, എത്രയൊക്കെ കുടതന്ത്രങ്ങൾ മെനഞ്ഞാലും, എത്രയൊക്കെ പ്ലാൻ ചെയ്താലും നിന്നെ കുറിച്ചുള്ള പ്ലാനുകളെ തകർത്തു കളയുവാൻ, നിന്നെ കുറിച്ചുള്ള പദ്ധതികളെ തകർത്തു കളയുവാൻ, നിന്നെ കുറിച്ച് എഴുതി വെച്ച രേഖകളോ വാഗ്ദത്തങ്ങളോ മാറ്റിമറിക്കാൻ കഴിയത്തില്ല. കാരണം നീ യേശുവിന്റെ രക്തത്താൽ പൊതിയപ്പെട്ടവളാണ്, പൊതിയപ്പെട്ടവനാണ്. നീ യേശുവിന്റെ രക്തത്താൽ വിശ്വസിക്കുന്നത് കൊണ്ട് പൈശാചികൻ ഒരുക്കുന്ന ഏത് മേഖലകളും ഇന്ന് രാത്രിയിൽ യേശുവിന്റെ ആത്മാവ് അതിനെ തകർത്തു മാറ്റും. മാധവൻ എന്ന് പറയുന്ന വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്നെ വിടിവിക്കുവാൻ ഈ യേശുവിന്റെ രക്തത്തിന് കഴിയും. വിശ്വസിക്കുമെങ്കിൽ മാധവൻ എന്ന വ്യക്തിയെ കർത്താവ് ഇന്ന് തൊടുകയോ പള്ളിപ്രമാണിയായിരുന്ന യായോറിസിന്റെ മകളെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു യേശുവേ ഉള്ളൂ. അത് ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശുവാ. ഉയർപ്പ് നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോകുക. ഇവിടെ പറയാണ് ഈ യേശുവിന്റെ രക്തത്തിന് സമാധാനം ഉണ്ടാക്കാൻ കഴിയും. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവിക സമാധാനം ഈ രക്തത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് പറയുവാൻ ഈ യേശുവിന്റെ രക്തത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ രക്തത്തിൽ വിശ്വസിച്ചാൽ, എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് സംസാരിക്കുക. ഞാൻ ലൈവിൽ വരുന്നവരോട് മാത്രമല്ല ഈ ദൈവവചനം പറയുന്നത്. ഈ വചനം ലോകത്തിലുള്ള 6 വൻകരകളിലുള്ള മാനവ കുലത്തിനു വേണ്ടി ഇനി പിറക്കാൻ പോകുന്നവർക്ക് വേണ്ടിയാണ് ഈ വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അറിയുന്നു ഈ വചനം നിങ്ങൾക്ക് ജീവനും ചൈതന്യമായി ഇറങ്ങുമെന്ന്. ഈ വചനം അതിന്റെ പ്രവൃത്തി ചെയ്തേ മടങ്ങത്തുള്ളെന്ന്. ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം ഇത് അടയാളമായി നിങ്ങൾക്ക് വെളിപ്പെടുമെന്ന്. ഇതിന്റെ അടയാളങ്ങൾ ഞങ്ങൾ കാണുമെന്ന്. ഹല്ലേലൂയ. വിടുതലുകൾ വിളിച്ചു പറയും, സാക്ഷ്യങ്ങൾ വിളിച്ചു പറയും. ഈ രക്തത്തിന് കഴിയാത്തത് ഒന്നുമില്ലെന്ന്. നീ ഏത് അന്ധകാരത്തിൽ കിടന്നാലും, നീ എത്ര കടഭാരത്തിൽ കിടന്നാലും, നീ എത്ര വേദനയിൽ കിടന്നാലും അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഈ യേശുവിന്റെ രക്തത്തിനെ കഴിയുള്ളൂന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ വാക്ക് വായിച്ചത് യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ്. അതിന് ചില വചനങ്ങൾ തിരുവെഴുത്തുകളിലൂടെ വായിച്ച് നിങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവം എനിക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഒന്ന്, പരിശുദ്ധ രക്തം, അത് നമ്മൾ വായിച്ചല്ലോ വചനങ്ങള്. രണ്ടാമത്തത് സംരക്ഷിക്കുന്ന രക്തമാണ്. യേശുവിന്റെ രക്തം സംരക്ഷിക്കുന്ന രക്തമാണ്. നിന്നെ പരിപാലിക്കുന്ന രക്തമാണ്, നിന്നെ കരുതുന്ന രക്തമാണ്, നിന്നെ ഹല്ലേലൂയ അനുഗ്രഹത്തിൽ കൊണ്ടുപോകുന്ന രക്തമാണ്. അത് പറയാണ് സംരക്ഷിക്കുന്ന രക്തമാണ്. പുറപ്പാടിന്റെ പുസ്തകം 12:13 വാക്യം വായിക്കാം. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. നിങ്ങൾ പാർക്കുന്ന ഭവനങ്ങളിൽ
രക്തം അടയാളമായിരിക്കും. അപ്പൊ ഈ യേശുവിന്റെ രക്തം അടയാളമാണ്. സ്തോത്രം. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്ത് ഒഴിഞ്ഞ് കടന്നു പോകും. അതിന്റെ 22-ാമത്തെ വാക്യോട് വായിക്കാം. ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും തേക്കണം. ഓക്കെ, ഇവിടെ ഈ രക്തത്തിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുക, ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കുവാൻ ദൈവം ഹല്ലേലൂയ കാളക്കുട്ടിയുടെ രക്തം കൊണ്ട് അടയാളം ചെയ്യുന്നത് പറയുമ്പോൾ അതിന്റെ നിഴല് പെസഹ കുഞ്ഞാടായിരിക്കുന്ന അറുക്കപ്പെട്ട കർത്താവായ യേശുവിനെയാണ് തിരുവെഴുത്തുകളിലൂടെ പുതിയ നിയമത്തിൽ നമ്മൾ അറിയുന്നത്. പഴയ നിയമത്തിൽ അതൊരു നിഴലായി കാണിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ പരസ്യമായി നമ്മുടെ ഇടയിൽ ക്രൂശിമേൽ തറയ്ക്കപ്പെട്ട് രക്തം ചൊരിഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു, ശത്രുവിന്റെ സകല ആയുധങ്ങളും അവന്റെ കാൽ കീഴിൽ വെച്ചു. ആയുധമില്ലാത്ത പിശാച് ആയുധമുണ്ടെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കുമ്പോൾ നീ ജീവനുള്ള യേശുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ഒന്നും നിനക്ക് വലിക്കില്ലെന്ന്, ശത്രുവിന്റെ പ്ലാൻ നിനക്ക് വലിക്കില്ലെന്ന്. കാരണം നിന്നെ സംരക്ഷിക്കുന്ന ഒരേ ഒരു രക്തമേ ഉള്ളൂ, അത് യേശുവിന്റെ രക്തമാണ്. പ്രിയപ്പെട്ടവരെ, അനേക രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ. വിശ്വസിക്കുന്ന അണികള് രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ട്. ആണ്ടുതോറും രക്തസാക്ഷികൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരു പാർട്ടിയെ വെട്ടിക്കൊല്ലുന്ന അങ്ങനെ നടക്കുന്നുണ്ട്. ഇവരെല്ലാം സ്വയമേ ഒരാൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായില്ല. അവരുടെ ജീവനെ പണയം വെച്ച് തന്നെയാണ് അവർ പ്രവർത്തനത്തിന് പോകുന്നത്. മരിക്കുന്നൊക്കെ അറിയാമെങ്കിലും മരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എങ്കിലും യാദൃശ്യമായി എതിർക്കുന്നവന്റെ വാളാൽ ഒരുപക്ഷെ അവൻ തകർക്കപ്പെട്ടേക്കാം, മരിച്ചു വീണേക്കാം, ഒരു പക്ഷെ തല അറുത്തു മാറിയേക്കാം, കൈകൾ വെട്ടി മാറിച്ചേക്കാം. ഇതൊക്കെ അറുക്കപ്പെട്ടവൻ കൊലപ്പെട്ടു കാണാം. പക്ഷേ അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം മാറുന്നവൻ മരിച്ചേക്കാം. പക്ഷെ അവന്റെ ഹൃദയത്തിന്റെ ധമനികളിൽ വീണ്ടും രക്തം ശേഷിക്കുന്നുണ്ട്. സ്തോത്രം. അത് പ്രതികാരത്തിന് വേണ്ടി ദാഹിക്കുന്നു. പിന്നെയും അവിടെ കൊണ്ട് ഈ വ്യക്തി മരിച്ചത് കൊണ്ട് പ്രശ്നം തീരെയല്ല. പിന്നെയും അപ്പുറത്തോ ഇപ്പുറത്തോ അല്ലെങ്കിൽ മാസങ്ങളോ ദിവസങ്ങൾക്കകത്ത് പലരും മരിച്ചു വീഴുന്നു, പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. എന്നാൽ ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തു മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി രക്തം മൊത്തം ഊറ്റി തന്നു. അവന്റെ ശരീരത്തിൽ അവനായിട്ടൊന്നും വെച്ചിട്ടില്ല. ഈ രക്തം സമാധാനം പകർന്നു തരുന്ന രക്തമായി തീർന്നു. അനേക മഹാന്മാർ മരിച്ചു വീണപ്പോഴും, നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ വളരെ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ വളരെ പ്രശ്നമുണ്ടായില്ലേ? അങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ മരിക്കുമ്പോഴും ഏതെങ്കിലും കാരണവശാൽ കൊലപ്പെടുമ്പോൾ പ്രശ്നങ്ങൾ ഉടലെടുക്കാറുണ്ട്. എന്നാൽ യേശുവിന്റെ രക്തം ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് അണികൾ കൂടെ നിന്നപ്പോൾ, യേശുവിനോട് കൂടെ നിന്നപ്പോഴും ഒരണികൾ പോലും യേശുവിനെ ക്രൂശിക്കുമ്പോൾ പ്രതികരിക്കാൻ തുനിഞ്ഞില്ല. കാരണം ഇത് പ്രതികരിക്കുന്ന രക്തമല്ല, ഇത് പ്രതികരിക്കും. നിന്നോട് പോരാടുന്ന പൈശാചിക മേഖലയോട് പ്രതികരിക്കും, ഇരുളിന്റെ വ്യാപാരത്തോട് പ്രതികരിക്കും. നിന്റെ നന്മയെ ചോർത്തിക്കൊണ്ടുപോകുന്ന ശത്രുവിന്റെ ഉന്മൂലനാശത്തിന് വേണ്ടി പ്രവർത്തിക്കും ഈ രക്തം. പക്ഷെ ഒരുവന്റെ ജീവന് വേണ്ടിയോ, ഒരുവന്റെ നാശത്തിന് വേണ്ടിയോ, നഷ്ടത്തിന് വേണ്ടിയോ ഈ രക്തം പ്രവർത്തിക്കത്തില്ല. കാരണം ഇത് പരിശുദ്ധ രക്തമാണ്. ഇവിടെ പറയാണ് സംരക്ഷിക്കുന്ന രക്തം. രണ്ടാമത് ഞാൻ പറഞ്ഞ പോയിന്റ് രക്തം. അവരോട് പറയാണ് കട്ടളപ്പടിമേലും നിങ്ങളുടെ പുരമേലും എന്ത് ചെയ്യണം? രക്തം അടയാളമായി കണ്ട സ്ഥലം ഞാൻ കയറത്തില്ല. രക്തം അടയാളമായി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ കയറി
കയറി നാശങ്ങൾ വിതയ്ക്കുകയും ചെയ്യും. ഇന്ന് രാത്രിയിൽ ഒന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഈ യേശുവിന്റെ രക്തം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അടയാളമായി നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മൺകൂടാരത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് തളിക്കപ്പെടണം. കാരണം ഈ ലോക പാപത്തിനും ശാപത്തിനും അന്ധകാരത്തിൽ നിന്നും നാശകരമായ കുഴിയിൽ നിന്നും അല്ലല്ലേ ഇരുളിന്റെ വ്യാപാരത്തിൽ നിന്നും അല്ലല്ലേ നിത്യ നരകത്തിൽ നിന്നും അടയാളമായി തന്നതാണ്. കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് തന്ന യേശുവിന്റെ രക്തം. ഈ അടയാളം ലഭിക്കാത്ത വലിയ നിത്യ നരകമുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഈ അടയാളം വർക്ക് നിത്യതയുണ്ടെന്നും വേദപുസ്തകം വിളിച്ചു പറയുന്നു. സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ടെന്നും സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി സകലതും ഒരുക്കി തന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരേ പുസ്തകമേ ഉള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ വിളിച്ചു പറയുന്ന, തൊട്ടതും അനുഭവിച്ചതും കണ്ടതുമായ ഈ ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പറയുക, നരകത്തിൽ പോകണമെങ്കിൽ രക്തം നിങ്ങൾ സ്വീകരിക്കണ്ട. യേശുക്രിസ്തുവിന്റെ രക്തത്തെ നിങ്ങൾക്ക് സ്വീകരിക്കണ്ട. ഹല്ലേലൂയ. നിത്യത വേണമെങ്കിൽ, നിത്യജീവൻ വേണമെങ്കിൽ, മരണമില്ലാത്ത ഒരു ജീവിതം വേണമെങ്കിൽ, കണ്ണുനീരില്ലാത്ത, ശാപമില്ലാത്ത, പട്ടിണി, പിറുവിറുപ്പില്ലാത്ത, വാട്ടമില്ലാത്ത, എപ്പോഴും ദൈവ സന്തോഷത്തിലായി തീരണമെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് സംരക്ഷിക്കുന്ന രക്തം. ഇവിടെ നോക്കണമേ, സംഹാരദൂതൻ ഇറങ്ങി വന്നപ്പോൾ രക്തം തളിക്കപ്പെട്ട ഒരിടത്തും നിലവിളികൾ ഉണ്ടായില്ല. രക്തം തളിക്കപ്പെടാത്തടത്തും നിലവിളികൾ ഉണ്ടായി. അതിന്റെ സൂചന ഒന്നോർത്തോണം. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ആകാശ മേഘങ്ങളിൽ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന നാമോ രൂപാന്തരം പ്രാപിച്ച് അവരോടൊത്ത് ആകാശ മേഘങ്ങളിൽ ക്രിസ്തുവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. അപ്പോൾ എടുക്കപ്പെടുമ്പോൾ ഈ ലോകത്തിൽ നിലവിളികളുണ്ടാകും. അന്ന് ഈ രക്തത്തിൽ ആശ്രയിച്ചവരുടെ വിലയും രക്തത്തിൽ ആശ്രയിക്കാത്തവരുടെ അലാധാരണ്യമായ കണ്ണുനീരും കാണാൻ കഴിയും. ഇന്ന് രാത്രി സഹോദര, ഇന്ന് രാത്രി സഹോദരി, നിനക്ക് വേണ്ടി യേശുവിന്റെ രക്തം വചനമായി, ജീവനായി, ചൈതന്യമായി നിന്റെ മുമ്പിലേക്ക് വരിക. നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഈ രക്തത്തിൽ നിന്ന് നീ നഷ്ടപ്പെടുത്തി മാറിപ്പോകരുത്. ഈ രക്തത്തിൽ നീ ആശ്രയിച്ച്, ഈ രക്തത്തെ നീ സ്വീകരിച്ച്, അതെ യേശുവിന്റെ രക്തത്തെ സ്വീകരിച്ച് നിന്റെ പാപത്തിൽ നിന്നും, നിന്റെ ശാപത്തിൽ നിന്നും, നിന്റെ രോഗത്തിൽ നിന്നും മോചനം പ്രാപിക്കുക, ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കുക. അതെ, ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതെ, യേശുവിന്റെ രക്തത്താൽ വിശ്വസിക്കുന്നവർക്ക്, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ലെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു. ഇവിടെ സംരക്ഷിക്കുന്ന രക്തമാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയാ, യേശുവിന്റെ രക്തം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയും സംരക്ഷിക്കും. വിശ്വസിക്കുക. ഒരനർത്ഥം നിന്റെ കൂടാരത്തിൽ അടുക്കാതെ, ഒരു വാദിയും നിന്റെ കൂടാരത്തിൽ വരാതെ, ഒരു വെല്ലുവിളിയും നിന്റെ കൂടാരത്തിലേക്ക് എത്തുവാൻ കഴിയാതെ സംരക്ഷിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു രക്തമേ ഉള്ളൂ. അതെ, ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിന്റെ രക്തം നിന്നെ സംരക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഓർക്കും, എത്രയോ സുവിശേഷം പറയുന്നവരെ ആക്രമിച്ചിട്ടുണ്ട്, എത്രയോ സുവിശേഷം പറയുന്നവരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രക്തം ഒന്ന് സംരക്ഷിച്ചില്ലയോ എന്നൊക്കെ ചോദിച്ചേക്കാം. പ്രിയപ്പെട്ട സഹോദര, വിശുദ്ധ വേദപുസ്തകത്തില് ശ്രേഷ്ഠനായ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്, മരിക്കുന്നത് ലാഭവും ജീവിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്മയായി തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരണം ഹല്ലേലൂയ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവർക്ക് ഒരു വിഷയമല്ല. മരിച്ചാൽ അവർക്ക് ഒരു ഉറപ്പുണ്ട്, നിത്യതയുണ്ടത്. പ്രിയ മണവാളനോട് കൂടെ ചേർന്ന് വാഴുവാൻ കഴിയുമെന്ന് ഹല്ലേലൂയ അവർ പൂർണ്ണമായി വിശ്വസിച്ച് അടിയറ വെച്ചിരിക്കുമ്പോൾ അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവരുടെ മരണം അവർക്ക് ഒരു വിഷയമല്ല. അവരെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന്. അതിന്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങളോ കൊടികളൊന്നും ഉയരാറില്ല. അതിന്റെ പേര് ഹർത്താലുകളോ ജാഥകളോ ഉണ്ടാകാറില്ല.
അതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ കാര്യമായിട്ട് പ്രശ്നങ്ങളോ അതിന്റെ പേരിൽ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളോ വണ്ടികളോ ഒന്നും കത്തിക്കാറില്ല. എത്രയോ അല്ലെങ്കിൽ സുവിശേഷകരെ, എത്രയോ ദൈവത്തിന്റെ വചനം പറയുന്ന നല്ല വാക്കുകൾ പറയുന്ന മിഷണറിമാരെകളെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവദാസിമാരെ, കുഞ്ഞുങ്ങളെ കൊന്നടിക്കട്ടും ഇവിടെ ഒരു വിരൽ പോലും അതിൽപ്പെട്ടവരാരും ഉയർത്തിയിട്ടില്ല. എന്തുകൊണ്ട് ഉയർത്തില്ല? അത് സമാധാനത്തിന്റെയാണ് സുവിശേഷം. ഇത് സമാധാനം പകരുന്ന രക്തമാണ്. ഹല്ലേലൂയ. നഷ്ടം എല്ലാ കുടുംബത്തിലും വരുമ്പോൾ നഷ്ടമാണ്. പക്ഷേ നഷ്ടത്തിനേക്കാൾ വലിയൊരു ലാഭം ഞങ്ങൾ കണ്ടിരിക്കുന്നു. അത് സ്വർഗത്തിലേക്കുള്ള വലിയൊരു പ്രവേശനം ഞങ്ങൾക്ക് ലഭിച്ചവരാണ്. അതുകൊണ്ട് മരണത്തിനോ അതിക്രമങ്ങൾക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ഒന്നും ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല സഹോദര. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം പറയുക, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സംരക്ഷിക്കുന്ന രക്തമായി ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർക്ക് വിടുതലിന്റെ രക്തമായി ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർക്ക് അത്ഭുതമായി ഈ രക്തം ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർക്ക് ദൈവ തേജസ്സായി ഈ രക്തം ഇറങ്ങി വരും. ആമേൻ പറയാമോ? ആമേൻ പറയാമോ? ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുക. ഇവിടെ പറയാ സംരക്ഷിക്കുന്ന രക്തം. പ്രിയ സഹോദരൻ, നിന്നെ രോഗത്തിൽ നിന്ന് ഈ രക്തത്തിന് സംരക്ഷിക്കാൻ കഴിയും. എത്ര കൊറോണ വന്നോട്ടെ ഈ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഈ രക്തത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. എത്ര ബന്ധനങ്ങൾ വന്നിട്ട്, എത്ര ആപത്ത് വന്നിട്ട് ഈ രക്തത്തിന് നിന്നെ വിടുവിക്കാൻ കഴിയും. കൂരിരുട്ടിന്റെ താഴ്വരയിലൂടെ പോയാലും നിനക്ക് അനർത്ഥം വരാതെ നിന്നെ താങ്ങുവാൻ കഴിയുന്ന ഒരേ ഒരു രക്തമേ ഉള്ളൂ. ജീവന്റെ രക്തമായ കർത്താവായ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ രക്തം നിന്നെ സംരക്ഷിക്കും. ഒന്നാമത്തെ രക്തം ഞാൻ പറഞ്ഞു, അത് പരിശുദ്ധ രക്തമാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഇത് സംരക്ഷിക്കുന്ന രക്തമാണ്. എന്ന് വെച്ചാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ദേശത്തെയും നിന്റെ രാജ്യത്തെയും സംരക്ഷിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു രക്തമേ ഉള്ളൂ. അത് യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തേത്, ഇത് ഈ യേശുവിന്റെ രക്തം ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഈ രക്തം അല്ലെങ്കിൽ യേശുവിന്റെ രക്തം ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഒന്ന് വായിക്കാം. യോഹന്നാന്റെ പുസ്തകം ലേഖനം 1:7 ഇങ്ങനെ കാണുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം, അവന്റെ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോ ഇവിടെ നോക്കണേ, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപത്തിൽ നിന്നും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചെടുക്കുവാൻ, മാറ്റിയെടുക്കുവാൻ കഴിയുന്ന ഒരേ ഒരു രക്തമേ ഉള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയാൻ വേണ്ടിയാ ഈ ലൈവിൽ ഞങ്ങൾ ഈ യേശുവിനോടുള്ള രക്ഷയും യേശുവിനോടുള്ള വിടുതലും യേശുവിനോടുള്ള നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. നിങ്ങൾ ആരും നശിച്ചു പോകരുത്. നിങ്ങളുടെ നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങളുടെ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും നിങ്ങൾ എല്ലാവരും അനുഗ്രഹം പ്രാപിക്കണമെന്നും നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളായി തീരണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ലൈവിൽ വന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ വെട്ടോട്ടെന്ന് വെച്ചാ എല്ലാവരും ഇത് കേൾക്കുമെന്നും അല്ലെങ്കിൽ എല്ലാവരും ഇത് വിശ്വസിക്കുമെന്നും ഞങ്ങൾ അറിയുന്നില്ല. പക്ഷേ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ് ഈ വചനം പ്രസംഗിക്കുക എന്നത്. ഈ വചനം നിങ്ങൾക്ക് ഷെയർ ചെയ്യുക, ഈ വെളിപ്പാട് വിളിച്ചു പറയുക, ഈ സത്യം വിളിച്ചു പറയുക എന്നുള്ളത് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ്. അത് ഞങ്ങൾ വിളിച്ചു പറയും. സ്വീകരിക്കുക. സ്വീകരിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. സ്വീകരിച്ചാൽ നന്മ പ്രാപിക്കും. ഈ ലോകത്തെ കഷ്ടങ്ങൾ വരത്തില്ലെന്നല്ല, രോഗം വരത്തില്ലെന്നല്ല, കടഭാരം വരത്തില്ലെന്നല്ല. ഇതൊക്കെ വരുമ്പോഴും നിന്റെ ആത്മാവിന് നഷ്ടം വരത്തില്ല. ആത്മാവിന് വേണ്ടി നീ ഒന്നും ചെയ്യണ്ട. മരിച്ചു കഴിഞ്ഞിട്ട് നീ ഒന്നും ചെയ്യണ്ടെന്ന്. ഹല്ലേലൂയ. ആത്മാവിന് വേണ്ടി ചെയ്യാൻ ഒന്നേ ഉള്ളൂ. അത് ഈ രക്തത്താൽ നീ കഴുകൽ പ്രാപിച്ചാൽ മതി. ആത്മാവ് നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കുമെന്ന്. ആത്മാവ് നീ നിത്യതയിലേക്ക് പോകാനും സ്വർഗത്തിലേക്ക് പോകാനും മരിച്ചു കഴിഞ്ഞിട്ട് ആ ആത്മാവിന് വേണ്ടി നീ ഒന്നും ചെയ്യണ്ടെന്ന്. അതിനുവേണ്ടി ഒന്നും നീ പള്ളിയിൽ പോയി ഒന്നും ചെയ്യണ്ടെന്ന്. അതിനുവേണ്ടി നീ പുരോഹിതന്മാരെ വിളിച്ചൊന്നും ചെയ്യണ്ടെന്ന്.
ഹല്ലേലൂയ. അതിന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, എന്റെ രക്തത്തിന് കഴിയുമെന്ന്. നിന്റെ ആത്മാവിന്റെ സകല കന്മഷവും നീക്കി ശുദ്ധീകരിച്ച് നിന്നെ നിർത്തുവാൻ ഈ രക്തത്തിന് കഴിയും. അതുകൊണ്ട് പ്രിയ സഹോദര, ഈ യേശുവിന്റെ രക്തം ഇപ്പോൾ നീ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ, ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒന്ന് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഈ രക്തം ശുദ്ധീകരിച്ച് നിന്നെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തുവാൻ ഇടയാക്കും. ദൈവപ്രവൃത്തി ആരംഭിക്കട്ടെ. ഒന്നുകൂടി ആ വചനം വായിക്കാം. ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സ്തോത്രം. ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അത് ഏത് പാപമായി. വചനം പറയുന്നു, നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും, നിന്റെ പാപം എത്ര രക്താംബരം പോലെ ചുമന്നിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിച്ചു തരുവാൻ കഴിയുന്ന ഒരേ ഒരു രക്തമേ ഉള്ളൂ, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കാൻ തയ്യാറാണോ സഹോദര? വിശ്വസിക്കാൻ തയ്യാറാണോ സഹോദരി? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും നിങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ദൈവത്തിൽ നിന്ന് മാറിപ്പോയി നിൽക്കുന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ആ ക്രിസ്തു യേശുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ ഈ വചനം വിളിക്കുക. നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, നിശ്ചയമായിട്ട് ഈ രക്തം നിങ്ങളുടെ സകല പാപ മേഖലയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് അത് ഓർക്കാതെ നിങ്ങളെ ഹല്ലേലൂയ മാറോട് ചേർത്ത് പ്രിയമകനെന്നും പ്രിയമകളെന്നും പ്രിയപ്പെട്ടവരെന്നും കണ്ട് ആ യേശുവിന്റെ രക്തം സംരക്ഷിക്കുവാൻ ഇടയാകും. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ്. രണ്ട്, ഞാൻ പറഞ്ഞു യേശുവിന്റെ രക്തം സംരക്ഷിക്കുന്ന രക്തമാണ്. മൂന്ന്, യേശുവിന്റെ രക്തം ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ. അതിന്റെ ഒരു വചനം കൂടി വായിക്കാം. എബ്രായ ലേഖനം 9:14 വായിക്കാം. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കമായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. അപ്പൊ ദൈവാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പോൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കണമെങ്കിൽ യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവം, സ്വർഗവും ഭൂമിയും അവന്റെ സിംഹാസനമാക്കി വെച്ചിരിക്കുന്ന, സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠമാക്കി വെച്ചിരിക്കുന്ന, ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ദൈവം, ഹല്ലേലൂയ, സകലത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവം, സകലത്തെ ഒറ്റ വാക്കിനാൽ ഉളവാക്കിയ ദൈവം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന യഹോവയുടെ ശബ്ദമുള്ളവൻ, ഹല്ലേലൂയ, അഗ്നിജാല ചിഹ്നിപ്പിക്കാൻ ശക്തിയുള്ള ശബ്ദമുള്ളവൻ, അവനെ ഒന്ന് ആരാധിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ, ആ ദൈവത്തെ ഹൃദയപൂർവ്വം ആരാധിക്കണമെങ്കിൽ, പൂർണ്ണ മനസ്സോട് ആരാധിക്കണമെങ്കിൽ, പൂർണ്ണ ആത്മാവോട് ആരാധിക്കണമെങ്കിൽ, ദൈവം അയച്ച ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കണം. അതേ, നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആരാധന ദൈവത്തിന് പ്രസാദമായി തീരത്തുള്ളൂ. അങ്ങനെയെങ്കിലേ ദൈവത്തിന് ആ ആരാധന പ്രയോജനം ചെയ്യത്തുള്ളൂ. ആരാധന മാത്രമേ ദൈവസന്നിധിയിൽ എത്തുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയാ, യേശുവിന്റെ രക്തം സകല പാപത്തിൽ നിന്ന് നിങ്ങളെ ശുദ്ധീകരിച്ച് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നാക്കുമെന്ന് ദൈവവചനം പറയുന്നു. ഹല്ലേലൂയ. നാലാമത്തെ പോയിന്റ്, വീണ്ടെടുത്ത വിലയേറിയ രക്തം. 1 പത്രോസ് 1:19 വായിക്കുന്നു. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ
നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായവ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയാം, വ്യർത്ഥവും പാരമ്പര്യമായ നടപ്പിൽ നിന്ന് നിങ്ങളെ വിളിച്ച് തിരിച്ചത് പൊന്നോ വെള്ളിയോ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടത്രേ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് സ്വർഗത്തിൽ നയിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ജീവൻ കൊടുത്താണ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്. അപ്പൊ നിങ്ങളുടെ വില എത്ര? ക്രിസ്തുവിനോളം വിലയാണ്. ഞാൻ അതിനെ കുറച്ചുകൂടി എടുത്താൽ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ വില എനിക്ക് തോന്നും. അത് ദുരുപദേശമായി നിങ്ങൾ എടുക്കരുത്. അല്ലല്ല, എന്നാലും ഒന്നുകൂടി അതിനെ താത്തു പറയാം, ക്രിസ്തുവിനോളം വിലയാണ് നിങ്ങൾക്ക്. അത് പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ട്, കത്തിപ്പോന്ന നശിച്ചു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് നിങ്ങൾ തന്നെ അറിയണം. ഇന്ന് രാത്രി നിങ്ങളെ ഒരുവൻ വില കൊടുത്തു വാങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഇന്ന് രാത്രിയിൽ മനം തിരിയുന്നെങ്കിൽ ആ വിലയുടെ മഹത്വത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും, ആ വിലയുടെ സ്നേഹത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. അതാണ് വചനം പറയുന്നത്. ഇവിടെ പറയുകയാണ്, ആലല്ലേ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. യേശുവിനെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ യേശുവിന്റെ രക്തത്തെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി അവരോട് ദൈവാത്മാവ് പറയുക, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതെ, സകലത്തിന്റെയും ആധാരമായിരിക്കുന്ന, സകലത്തിന്റെ ഉടയവനായിരിക്കുന്ന, സകലത്തെയും ഒറ്റ വാക്കിനായി ഉളവാക്കിയവനും അല്ല സകലതും അവനായി തീർന്നിരിക്കുന്ന, സ്വർഗവും ഭൂമിയും ദൃശ്യമായതും അദൃശ്യമായതും മാറ്റങ്ങളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവനായിട്ടും അവന് വേണ്ടി ഉളവായിരിക്കുന്ന ആ യേശുവിന്റെ രക്തം കൊടുത്തു നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ സഹോദര. ഒരുപക്ഷെ മറ്റുള്ളവർ പറയും നിങ്ങൾക്ക് ഒരു വിലയും തന്നില്ല എന്ന് വരാം. മറ്റുള്ളവർ നിങ്ങളെ അകറ്റി നിർത്തിയേക്കാം, മാറ്റി നിർത്തിയേക്കാം, തിരസ്കരണം വന്നിരിക്കാം. ഇതൊന്നും കണ്ട് നീ ഭയപ്പെടണ്ട. സ്വർഗം തന്നെ നിങ്ങൾക്ക് വില കൊടുത്തു. അത് ദൈവം തന്നെ ജഡാവതാരമായി ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി വില കൊടുത്തുന്നേ. അപ്പൊ നീ അത്ര വിലയുള്ളവനാ. ഒന്നുകൂടി മനസ്സിലാക്കുക, ക്രിസ്തുവിനോളം വില ഉണ്ട്, ക്രിസ്തുവിനോളം വിലയുണ്ട്. ക്രിസ്തുവിന് ഒന്നുകൂടി പറയാമോ? ആ മാർഗത്തെ കൈവച്ചിട്ടൊന്ന് പറയാമോ? എന്റെ വില ക്രിസ്തുവിനോളമാണ്. സ്തോത്രം. ആ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഇവിടെ പറയാ, വെളിപ്പാട് പുസ്തകം 1:6 കൂടി വായിക്കാം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കിയും നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ചു തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും. ഹല്ലേലൂയ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മെ പാപത്തിൽ നിന്നും പോക്കിയവനുമായ ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിച്ച് വീണ്ടെടുത്ത് ഹല്ലേലൂയ നിങ്ങളെ എന്താക്കി? ഒരു രാജ്യമാക്കി, രാജകീയ പുരോഹിതന്മാരാക്കി വെച്ചു. ആ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രിയപ്പെട്ട, യേശുവിന്റെ രക്തത്തിന്റെ പവർ എത്ര നോക്കണം. ഒരു രാജ്യത്തിലേക്ക് നിന്നെ ആക്കി വെച്ചു, ഒരു രാജ്യമാക്കി നിന്നെ മാറ്റി. ഹല്ലേലൂയ. രണ്ടാമത് പറയാണ്, ആ രാജ്യത്തിലെ പുരോഹിത വർഗമാക്കി നിന്നെ മാറ്റി. ആ ദൈവത്തിനായി നമ്മൾ സ്തോത്രം ചെയ്യണ്ടായോ? ആ ദൈവത്തിനെ നമ്മൾ ആരാധിക്കണ്ടായോ? ഹല്ലേലൂയ. എത്ര വലിയ കാര്യങ്ങളാണ് ചെയ്തു വെച്ചത്. ചുമ്മാ വന്ന് അല്ലെങ്കിൽ വഴിയിൽ കിടന്ന ഒരു ആക്സിഡന്റ് ആയിട്ട് മരിച്ചതല്ല യേശു. ലോകസ്ഥാപനത്തിന് മുമ്പേ പ്ലാൻ ചെയ്ത പദ്ധതിയാ. അതെ പ്രിയ സഹോദര, ഞാൻ എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദര
ജനിക്കുന്നതിന് മുമ്പേ, ഒന്നുകൂടി എടുത്തു പറഞ്ഞ ലോകസ്ഥാപനത്തിന് മുമ്പേ, അനാദി കാലങ്ങൾക്ക് മുമ്പേ ദൈവത്തിന്റെ ഹൃദയത്തിലെ പ്ലാനായിരുന്നു മാനവകുലം പാപത്തിൽ വീണ് പോകും, പാപം ചെയ്യും, അതിൽ നിന്ന് പരിഹാരമായി ഞാൻ തന്നെ ജഡമായി തീരണമെന്നും, ഞാൻ തന്നെ ക്രൂശിക്കപ്പെടണമെന്നും, ഞാൻ തന്നെ എന്റെ ശരീരത്തിൽ നിന്ന് രക്തം കൊടുത്ത് അവരെ വിലയ്ക്ക് വാങ്ങണമെന്നുള്ള പ്ലാൻ ചെയ്തതാ. വെറുതെ വന്ന് യഹൂദന്മാരോ അന്നത്തെ മത പുരോഹിതന്മാരോ അന്നത്തെ മതത്തിലുള്ളവരോ യേശുവിനെ അങ്ങ് കൊന്നു കളഞ്ഞതല്ല, വ്യക്തമായ അറിവോടുകൂടി വന്നതാ. അത് ഇന്നലെ തുടങ്ങിയതല്ല. കാലഘട്ടത്തിന് മുമ്പേ, അത് ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തു യേശുവിൽ എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്ത യേശു ക്രിസ്തു ഹല്ലേലൂയ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാ. അതിന്റെ ദൃശ്യ അവതരണമായിരുന്നു ഗാഗുൽത്തായിൽ യേശുവിന്റെ മരണം. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയുക, നിങ്ങളെ ഒരു രാജ്യവും പുരോഹിത വർഗവുമാക്കി വെച്ചു. വെളിപ്പാട് പുസ്തകം 5:9 കൂടി വായിക്കാം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ യോഗ്യൻ എന്ന് പറഞ്ഞാൽ യേശു യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. എന്നുവെച്ചാൽ ശത്രുവിന്റെ അടിമ മുഖത്തിൽ അകപ്പെട്ട് നിത്യ നരകത്തിന് യോഗ്യരായി തീർന്ന സകല ജനത്തെ ഒരു വില കൊടുത്തു. അത് ജീവന്റെ അപ്പമായി തീർന്ന നല്ല ഇടയനായ ഞാൻ തന്നെ വാതിലെന്ന് പറഞ്ഞ, എന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശനമുള്ളെന്ന് പറഞ്ഞ ആ യേശുവിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് എവിടുന്നാ? ഭാഷകളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നും നിങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങി. ആർക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങി? ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. അപ്പോൾ നമ്മുടെ വില എത്ര? നമ്മൾ ആർക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങി? നമ്മുടെ ദൈവത്തിന് വേണ്ടി ഈ രക്തത്തിൽ ആശ്രയിച്ച എല്ലാവരും യേശുക്രിസ്തുവിലൂടെ വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. നമ്മുടെ വില എത്രയാണ് പ്രിയപ്പെട്ടവരെ? ഒന്നുകൂടി ആ വചനം ഒന്നുകൂടി വായിക്കാം എല്ലാവരുടെയും ഓർമ്മയ്ക്ക് വേണ്ടി. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. യേശു മാത്രം യോഗ്യൻ. ഒത്തിരി പേരൊക്കെ ഇവിടെ ജനിച്ചു, ഒത്തിരി പ്രവാചകന്മാര് ജനിച്ചിട്ടുണ്ട്, അന്യ ശുശ്രൂഷകരൊക്കെ ഉണ്ട്. പക്ഷെ യോഗ്യൻ ഒരുവൻ മാത്രം, അത് കർത്താവ് യേശു മാത്രം. യേശുവിന്റെ രക്തത്തിൽ വിശ്വസിച്ചാൽ നിങ്ങളും യോഗ്യരായി തീരും. നീ അറുക്കപ്പെട്ട് നിന്റെ യേശുവിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിൽ നിന്നും, ഭാഷകളിൽ നിന്നും, വംശത്തിൽ നിന്നും, ജാതിയിൽ നിന്നും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. എന്നുവെച്ചാൽ ഏതെങ്കിലും മതത്തിന് വേണ്ടി വന്നെന്ന് ബൈബിള് പഠിപ്പിക്കുന്നില്ലെന്നേ. ഇത് ഏതെങ്കിലും പെന്തക്കോസ്തുകാർക്കോ കത്തോലിക്കക്കാർക്കോ ഓർത്തഡോക്സുകാർക്കോ വന്നെന്നല്ല. വിശ്വസിക്കുന്ന സകലരെ യേശുവിന്റെ രക്തം വിലയ്ക്ക് വാങ്ങി. ആർക്ക് വേണ്ടി? പിതാവായ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇത് മതമല്ലെന്ന്, ഇത് മാർഗമാണ്. ഏത് മാർഗമാണ്? ദൈവത്തിലേക്ക് എത്തുവാനുള്ള മാർഗമാണ്, വെളിച്ചത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗമാണ്, നല്ലവരായി തീരുവാനുള്ള മാർഗമാണ്, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരായി തീരുവാനുള്ള മാർഗമാണ്. അതാണ് ഈ മാർഗം. അതുകൊണ്ട് രാത്രിയിലും പകലും 24 മണിക്കൂറും ലൈവിലൊക്കെ വന്ന് ദൈവദാസന്മാർ, ശ്രേഷ്ഠ ദൈവദാസിമാർ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത്. ആരെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ, ഈ അറിവ് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് വെച്ചട്ടാ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് എടുക്കാം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാണ് ഈ യേശുവിന്റെ രക്തം. നമുക്ക് ഒരു വചനം കൂടി, എബ്രായ ലേഖനം 9:22. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അതിന് 9:12 കൂടി വായിക്കാം.
ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിക്കും. പശുക്കളെ കൊണ്ടോ കാളകളെ കൊണ്ടോ ആട്ടുകൊറ്റന്മാരുടെ കൊണ്ടോ അല്ല നേടിയതല്ല, ഒരിക്കലായിട്ടൊരു യാഗം അർപ്പിച്ചു. സകല ജനത്തിനു വേണ്ടിയും യാഗമർപ്പിച്ചു. വിശ്വസിച്ചവരെ എല്ലാവരെയും ദൈവത്തിനു വേണ്ടി വിലക്ക് വാങ്ങി. ഇനി യാഗം അർപ്പിക്കണ്ടെന്നേ, ഇനി നീ നേർച്ച കാഴ്ചകൾ ചെയ്യണ്ട, നീ വേറെ ആചാര അനിഷ്ടങ്ങൾ ചെയ്യണ്ട. കാരണം നിന്റെ പാവത്തിനും നിന്റെ ശാപത്തിനു വേണ്ടി ദൈവത്തിനു വേണ്ടി വിലക്ക് വാങ്ങിയ നിങ്ങൾ ഇനി വേറെ ഒന്നും ചെയ്യണ്ടെന്നേ. നിങ്ങൾ ഈ രക്തത്തെ സ്വീകരിച്ചാൽ മതി. ഈ യേശുക്രിസ്തുവിന്റെ രക്തം ഒന്ന് സ്വീകരിച്ചാൽ മതിയെന്നേ. അത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ രക്തമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ്. രണ്ടാമത്തത് സംരക്ഷിക്കുന്ന രക്തമാണ്. മൂന്നാമത്തെ ശുദ്ധീകരിക്കുന്നതാണ്. നാലാമത്തെ വിലയ്ക്ക് വാങ്ങിയതാണ് ഈ രക്തം. ഹല്ലേലൂയ. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നു, ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നതാണ് ഈ യേശുവിന്റെ രക്തം. വായിക്കാം എബ്രായലേഖനം 12:24. പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ആബേലിന്റെ രക്തത്തെ, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ. പുതിയ നിയമത്തിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രം. ആകാശത്തിന് കീഴിലും മനുഷ്യരുടെ ഇടയിലും നൽകപ്പെട്ട ഏക നാമമായി തീർന്ന യേശുവിന്റെ നാമം, എല്ലാ നാമത്തിലും മേലായ നാമമായ യേശുവിന്റെ നാമമാണ്. ആ നാമമാണ് ഏക മധ്യസ്ഥൻ. ആ മധ്യസ്ഥനെ കുറിച്ച് പറയുമ്പോൾ വായിച്ചു, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തിൽ പഴയ നിയമത്തിൽ ആദാമ്യവർഗത്തിന്റെ രണ്ടാമത്തെ മകനായ ഹാബേൽ യാഗമർപ്പിച്ചു. അത് ജ്യേഷ്ഠ സഹോദരനാൽ അവൻ മരിക്കപ്പെട്ടു. അവന്റെ രക്തം ഇപ്പോഴും പ്രതികാരത്തിനായി വിളിക്കുമ്പോൾ ഇവിടെ പറയാ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. സോ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ലോകത്തിൽ അനേക മഹാന്മാരുടെ രക്തം ചൊരിയപ്പെട്ടു. ഹല്ലേലൂയ. ആ ചൊരിയപ്പെട്ട സമയത്ത് മുതൽ ഇന്നും പ്രശ്നങ്ങൾ തീർന്നിട്ടില്ലെന്നേ. പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യങ്ങൾ ഇപ്പോൾ വളരെ പ്രതിസന്ധികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പോരാട്ടങ്ങളിൽ പോയിരിക്കുക. അനേക ജവാന്മാർ വീരമത്യു ഭരിച്ചിരിക്കുന്നു. അപ്പോൾ നോക്കണമേ, അവിടെ എല്ലാം പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ ഉടലെടുക്കുമ്പോൾ ഇവിടെ പറയാ, ഹല്ലേലൂയ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം ഇന്ന് രാത്രിയിൽ നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ഹല്ലേലൂയ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ജീവിതത്തിന് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന ഒരേ ഒരു രക്തമേ ഉള്ളൂ. അതെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ അനുഭവിച്ച, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ തൊട്ടതുമായ യേശു ക്രിസ്തുവിന്റെ രക്തം നിനക്ക് ഗുണകരമായി സംസാരിക്കും. ആരൊക്കെ നിനക്ക് ഗുണകരമായി സംസാരിച്ചില്ലെങ്കിലും ഇന്ന് രാത്രി ദൈവാത്മാവ് പറയാ, ഈ രക്തം ചിലരെ കൊണ്ട് നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിപ്പിക്കും. ഹല്ലേലൂയ. നീ വിശ്വസിക്കുമ്പോൾ സ്തോത്രം ചെയ്തു. ഈ ദിവസങ്ങൾ നീ അനുഭവിക്കാൻ പോവുക, കാണാൻ പോവുക. സഹോദര സഹോദരി, കാണാൻ പോവുകയാണെന്ന്. ഈ രക്തം നിന്നെ സംരക്ഷിച്ച് ഗുണകരമായി സംസാരിക്കുമെന്ന്. ഈ രക്തം നിന്നെ ശുദ്ധീകരിച്ച് നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുമെന്ന്. അതാണ് ഈ രക്തത്തിന്റെ ഗുണം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊക്കെ ദൈവസന്നിധിയിൽ നിൽക്കുവാനും ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാനും കാരണം ഞങ്ങൾക്ക് വേണ്ടി ഈ രക്തം ഗുണകരമായി സംസാരിച്ചതുകൊണ്ടോ, ഞങ്ങളുടെ കുലമഹിമ കൊണ്ടോ, ഞങ്ങളുടെ സമ്പത്ത് കൊണ്ടോ, ഞങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടോ, ഞങ്ങളുടെ സൗന്ദര്യം കൊണ്ടോ, ഞങ്ങളുടെ നിറം കൊണ്ടോ ഒന്നും അല്ലല്ല നിൽക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയിൽ ചൊരിയപ്പെട്ട യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാലാണ് നിൽക്കുന്നത്. ആ രക്തം ഞങ്ങളുടെ ശരീരത്തിൽ ഓടുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആ രക്തം നിങ്ങളെ സ്നേഹത്തിലേക്ക് വിളിക്കുകയാണെന്ന് ഇവിടെ പറയാണ്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ് യേശുവിന്റെ രക്തം. 1 യോഹന്നാൻ 5:8 കൂടി വായിക്കാം. ആത്മാവ്, ജലം, രക്തം, ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. ആത്മാവ്, ജലം, രക്തം, ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ.
ഹല്ലേലൂയ. ആത്മാവ്, ഹല്ലേലൂയ. ഈ രക്തം, ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ ആത്മാവ്, ജലം, രക്തം, ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. അല്ലെങ്കിൽ ഇത് മൂന്നും നിന്റെ ജീവിതത്തിൽ സാക്ഷ്യം പറയണം. രക്തം, യേശുവിന്റെ രക്തം നിനക്ക് വേണ്ടി സാക്ഷ്യം പറയും. അകത്തിരിക്കുന്ന ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി സാക്ഷ്യം പറയും. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തത് എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവ്, ജലം, രക്തം. ജലം, വചനം നിനക്ക് വേണ്ടി സാക്ഷ്യം പറയും. ഇത് മൂന്നിന് മാത്രമേ ഹല്ലേലൂയ ഗുണകരമായി സംസാരിക്കാൻ കഴിയത്തുള്ളൂ. ഇത് മൂന്നും നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കണമെങ്കിൽ ഹല്ലേലൂയ ജീവനുള്ള യേശുവിന്റെ രക്തത്തിൽ നീ ആശ്രയിക്കണം. അതിനാൽ കഴുകൽ പ്രാപിക്കണം, ശുദ്ധീകരിക്കപ്പെടണം. ആ രക്തത്തിൽ ആശ്രയിച്ച് മുന്നേറുമ്പോൾ നിനക്ക് മൂന്നും നിനക്ക് സാക്ഷ്യം പറയും. ദൈവത്തിന്റെ വചനം സാക്ഷ്യം പറയും, പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി സാക്ഷ്യം പറയും, നിന്റെ അകത്തെ ആത്മാവ് നിനക്ക് വേണ്ടി സാക്ഷ്യം പറയും. ഹല്ലേലൂയ യേശുവിന്റെ രക്തം നിനക്ക് വേണ്ടി സാക്ഷ്യം പറയും, ഗുണകരമായി സാക്ഷ്യം പറയും. ഇവിടെ നോക്കി നിന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അടുത്തത് 6ാമത്തെ പോയിന്റ്, നിത്യനിയമത്തിന്റെ രക്തം. നിത്യനിയമത്തിന്റെ രക്തം. എബ്രായ ലേഖനം 13:20. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ 13:20. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം. ഓക്കെ, മതി. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുകൂടി ആ വചനം ഒന്ന് വെച്ച്. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ആടുകളെ. അപ്പൊ നിത്യനിയമത്തിന്റെ രക്തത്താൽ അനേകായിരങ്ങളെ യേശു കർത്താവ് നേടിക്കഴിഞ്ഞു. അവരുടെ വലിയ ഇടയനാണ് കർത്താവായ യേശു ക്രിസ്തു. അടുത്തത് ഹല്ലേലൂയ, എബ്രായ ലേഖനം 9:16 മുതൽ 21 വരെ ഒന്ന് വായിക്കാമോ? നിത്യനിയമത്തിന്റെ രക്തത്തെ കുറിച്ച്. നിയമമുള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുകിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിന്മേലും. പഴയ നിയമത്തിൽ തളിക്കപ്പെട്ടെങ്കിൽ യേശുവിന്റെ രക്തം നിത്യനിയമത്തിന്റെ രക്തമാണ്. നിന്നെ ശുദ്ധീകരിച്ച് നിത്യനിയമത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. 1 പത്രോസ് 1:2 കൂടി വായിക്കുമ്പോൾ നമുക്ക് ആ വചനത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. 1 പത്രോസ് 1:2. വായിച്ചട്ടെ. യേശുക്രിസ്തുവിന്റെ 1 പത്രോസ്. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാക്കളുടെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി അപ്പൊ യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർ എഴുതുന്നു. അല്ലേ? അപ്പോ ഇത് നിത്യനിയമത്തിന്റെ രക്തമാണ്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധ രക്തമാണ്, സംരക്ഷിക്കുന്ന രക്തമാണ്, ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടെടുത്ത രക്തമാണ്. ഹല്ലേലൂയ, ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്, നിത്യനിയമത്തിന്റെ രക്തമാണ്. 7ാമത്തെ പോയിന്റ് പറയുന്നു, ഹല്ലേലൂയ, അവനോട് ചേർത്ത് പിടിക്കുന്നതാണ് ഈ യേശുവിന്റെ രക്തം. ഒന്നുകൂടി വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2:13. സമീപസ്ഥരാക്കുന്ന രക്തം. നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു.
അവൻ നമ്മുടെ സമാധാനം. യേശു നമ്മുടെ സമാധാനവും. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. യേശു ഇരുപക്ഷത്തെയും ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ പറയാ ക്രിസ്തുവിന്റെ രക്തത്താൽ ഇരുപക്ഷക്കാർക്കും പ്രവേശനമുണ്ട്. യഹൂദന്മാർക്കും അല്ലെങ്കിൽ ജാതികൾക്കും അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രമേ പ്രവേശനമുള്ളൂ. യഹൂദന്മാർ പറയാ ഞങ്ങളാണ് ഹല്ലേലൂയ എല്ലാം എന്ന് അവർ പറയുമ്പോൾ ഇന്ന് രാത്രിയിൽ ഒന്നും ഓർത്തോണം. ഹല്ലേലൂയ സ്തോത്രം. അവർക്കും ഈ രക്തത്തിൽ ആശ്രയിച്ചാൽ മതിയാവും. പിന്നെ നമുക്ക് ഈ രക്തത്തിൽ ആശ്രയിച്ചാൽ മതിയാവും. നമുക്ക് രണ്ടു കൂട്ടർക്കും ഹല്ലേലൂയ അവധിന്ന് ആ വേർപാടിന്റെ ചുവരുകൾ ഇടിച്ചു കളഞ്ഞ് ദൈവത്തിലേക്ക് പ്രവേശനം തന്നിരിക്കുന്നത് ഈ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയാണ് ഹല്ലേലൂയ, ഒന്നുകൂടി ആ വചനം വായിക്കാം. നിങ്ങളിപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ദൈവത്തിന് സമീപസ്ഥരായി തീർന്നിരിക്കുക. ദൈവത്തിന് അടുത്ത് വന്നിരിക്കുക. ദൈവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. രക്തം, ക്രിസ്തു യേശുവിന്റെ രക്തം പിതാവായ ദൈവത്തിലേക്ക്, അത് നാം വിളിക്കുന്ന ദൈവത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുക. പ്രിയപ്പെട്ട സഹോദര, ലോകത്തിന് സകല ജനവും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു. 0.5-4% ഉള്ളൂ ഇല്ല എന്ന് പറയുന്നത്. ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടായത് കൊണ്ടാണോ? ആണല്ലോ ഇല്ല എന്ന് പറയേണ്ടി വന്നത്. അല്ലല്ലോ, ജനിച്ചു വളർന്നു കുറെ നാൾ കഴിയുമ്പോഴാണല്ലോ അവര് നിരീശ്വരവാദിയാവുന്നത്. ജനിക്കുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ ദൈവം ഉണ്ടെന്ന് അറിയുന്നല്ലോ. ഹല്ലേലൂയ. പിന്നെ വളർന്നു വരുന്ന സാഹചര്യങ്ങളും അവരുടെ കൂട്ടുകെട്ടുകളും ഒക്കെയാണല്ലോ പലരെയും നിരീശ്വരവാദിയാക്കുന്നത്. അപ്പോഴും അവന്റെ ഉള്ളിൽ ദൈവമുണ്ട്. അവൻ എന്തുകൊണ്ട് കൃഷി നടന്നു? നാളെ അത് വളരുമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്ന അവരുടെ ഉള്ളിലും ദൈവമുണ്ടെന്ന് അറിയാതെ പോലെ അറിഞ്ഞോ അറിയാതെ അവര് ദൈവത്തെ വിളിക്കുന്നുണ്ടെന്ന് പുറമെ പ്രസക്തി നേടുവാൻ വേണ്ടി അവരൊക്കെ അത് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ലോകത്തെ സകല ജനവും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ കീഴിലാണ് അവര് ആയിരിക്കുന്നതെന്നും ദൈവം അവരെ സംരക്ഷിക്കുന്നതും വിശ്വസിക്കുന്നു. എന്നാൽ ആ ദൈവത്തിലേക്ക് പൂർണ്ണമായി അടുപ്പിക്കുന്ന മാർഗമാണ് ക്രിസ്തു മാർഗം. ആ ദൈവത്തിലേക്ക് പ്രവേശിക്കുവാൻ ഏക പാതയാണ്, ഏക വഴിയാണ്, ഏക മാർഗമാണ് യേശുവിന്റെ ഈ രക്തം. അതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. നിങ്ങൾ അറിഞ്ഞോ അറിയാതോ വിളിക്കുന്ന ദൈവത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്ന, ശുദ്ധീകരിച്ചെടുക്കുന്ന, സംരക്ഷിച്ചെടുക്കുന്ന, ഗുണകരമായി സംസാരിക്കുന്ന ഈ രക്തത്തിലൂടെ മാത്രമേ നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. പ്രിയ സഹോദര, അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇവിടെ പറയാ ദൈവത്തിന് സമീപസ്ഥരാക്കി തീർക്കുന്നതാണ് ഈ യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. സമാധാനം പകരുന്നതാണ് യേശുവിന്റെ രക്തം. നമുക്ക് അവിടെ ഒരു വചനം കൂടി വായിക്കാനുണ്ട്. എബ്രായ ലേഖനം 10:29 വായിക്കുമ്പോൾ നമുക്കത് ഉറപ്പ് വരും. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും. വചനം പറയുന്നു, ഈ യേശുവിന്റെ രക്തത്തെ നിന്ദിക്കുകയും മലിനമെന്ന് പറയുകയും അതിനെ അപമാനിക്കുകയും ചെയ്താൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു എത്ര കഠിന ശിക്ഷയ്ക്ക് ഭാഗമായി തീരുമെന്ന്. അല്ലയോ, ഒന്നുകൂടി ആ വചനം വായിക്കാം. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ചവിട്ടിക്കളയുക, നിന്ദിച്ചുകളയുക, മാറ്റിക്കളയുക. തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവന് എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പിൻ. അപ്പോൾ ഈ യേശുവിന്റെ രക്തത്തെ നിന്ദിക്കുകയും കൃപയുടെ ആത്മാവിനെ തള്ളിപ്പറയുകയും
യേശുവിനെയും തള്ളിപ്പറഞ്ഞാൽ ഇന്ന് രാത്രി ഒന്ന് ഓർക്കണം, ഒരു ശിക്ഷാവിധിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് ഓർക്കുക. അതിന്നൊരു മോചനത്തിനാണ് ഇന്ന് രാത്രി യേശുവിന്റെ വചനം, ആ രക്തത്തിന്റെ വചനം നിങ്ങളുടെ മുമ്പിൽ സമയസ്ഥനായി ഇറങ്ങി വരുന്നത്. അതിൽ വിശ്വസിക്കുക പ്രിയ സഹോദരങ്ങളെ. യേശുവിന്റെ രക്തം നിങ്ങളെ സംരക്ഷിക്കുവാൻ ഇടയാകും. യേശുവിന്റെ രക്തം അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഇടയാക്കും. യേശുവിന്റെ രക്തം നിങ്ങളെ വിടിവിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുക എന്ന് ഇന്ന് രാത്രി നിങ്ങളെ പ്രബോധിപ്പിക്കുക ദൈവാത്മാവ്. ഹല്ലേലൂയ. 8ാമത്തെ പോയിന്റ്, ജയം നൽകുന്ന രക്തം. വെളിപ്പാട് പുസ്തകം 12:11 വായിക്കാം. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട് തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഒന്നുകൂടി ആ വചനം വായിക്കാം എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യവചനത്താലും അവർ ജയിച്ചു. തങ്ങളുടെ പ്രാണനെ വിലയേറിയായി അവർ കണ്ടില്ല. യഥാർത്ഥമായ ഒരു സുവിശേഷകൻ, യഥാർത്ഥമായി ക്രിസ്തുവിന്റെ മാർഗം അന്വേഷിക്കുന്നവൻ തനിക്ക് പ്രിയപ്പെട്ടതായി ഒന്നും എണ്ണത്തില്ല. തന്റെ മക്കളോ തന്റെ ഭാര്യയോ തന്റെ പ്രാണനോ പ്രിയപ്പെട്ടതായി കാണില്ല സഹോദര. കാരണം ദൈവത്തിന്റെ സാക്ഷ്യവചനവും യേശുവിന്റെ രക്തവും ഹല്ലേലൂയ തള്ളിപ്പറഞ്ഞ് ഒരു പ്രവൃത്തിയിലേക്ക് അവർ പോകില്ലെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കുക. ജയം നൽകുന്ന രക്തത്തിന് മുമ്പിൽ, ഹല്ലേലൂയ വിടുതൽ തരുന്ന രക്തത്തിന് മുമ്പിൽ ഇന്ന് രാത്രി സമർപ്പിച്ചാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, നിനക്ക് ജയം നൽകുന്നതാണ് ഈ രക്തം. ഇത് പരാജയത്തിന്റെ രക്തമല്ല. ഇത് ഹല്ലേലൂയ അനുഗ്രഹത്തിലേക്കും അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിലേക്കും എത്തിക്കുന്ന ഒരേ ഒരു രക്തമേ ഉള്ളൂ. അത് യേശുവിന്റെ രക്തം. ശത്രുപക്ഷം, അതെ പൈശാചിക കോട്ടകൾ, ഹല്ലേലൂയ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലും മടങ്ങുന്നത് ഒരിടത്ത് മാത്രമേ അതുള്ളൂ. ഞങ്ങൾ വിളിച്ചു പറയുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവൻ നൽകിയ രക്തത്തിന്റെ മുമ്പിൽ. അതുകൊണ്ട് ഇന്ന് രാത്രി പറയുക, യേശുവിന്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിച്ച് ജയം നൽകി, ജയത്തിൽ നിർത്തി, ജയത്തിലൂടെ നടത്തി, ജയോത്സവമായി നിങ്ങളെ കൊണ്ടു നടത്തുവാൻ കഴിയുന്ന ഒരു രക്തത്തെയാണ് ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുന്നത്. ആമേൻ പറഞ്ഞാട്ടെ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഈ രക്തം ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിൽ ജയം നൽകും, നിങ്ങളുടെ തലമുറയിൽ ജയം നൽകുന്നേ, നിങ്ങളുടെ ജീവിതത്തിൽ ജയം നൽകുന്നേ. In the name of Jesus, I Lord mighty, in our prayers mighty, or release any close mighty privilege power Jesus, and shall ill I win, reveal shine, or praise Christ in all, even close power Jesus my time in all privacy. ഇതാ നിന്റെ പ്രവൃത്തിയുടെ ടൈം ആയിരിക്കുക, നിനക്ക് വിടുതലിന്റെ ടൈം ആയിരിക്കുക. അത് ജയമായി ഈ യേശുവിന്റെ രക്തം നിന്റെ മുമ്പിൽ സമീപസ്ഥമായി ഇറങ്ങിയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തു, വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തു. ഇന്ന് രാത്രിയിൽ ദൈവം നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരിക. ഇന്ന് രാത്രി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരിക. ചില കോട്ടകളെ തകർത്തുകൊണ്ട്, ചില ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ട്, കെട്ടുകളെ അഴിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവാത്മ പുറത്തു കൊണ്ടുവരാൻ പോവുക. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു, ദൈവപ്രവൃത്തി ആരംഭിക്കുക. മഹത്വം ഇന്ന് രാത്രിയിൽ ഇറങ്ങിയ in all privilege of in me and you living a soul loving il find change in your style power is power Jesus Christ. നാവോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കെന്ന് വിളിച്ചു പറയുന്ന അല്ലെ ഈശോവിന്റെ വ്യാപാര ശക്തി, അതെ ആ നാഗബന്ധനത്തെ, നാഗശക്തികളെ ഇന്ന് രാത്രി ദൈവാത്മാവ് അഴകിയ പവർ ഇന്ന് രാത്രി പവറിന്റെ ശക്തി ആവരിക്കുക. ദൈവിക പവർ ഇറങ്ങിയ
ഉറക്കമില്ലാതെ നാളുകളായി ഉറങ്ങാൻ കഴിയാതെ ഉറക്കമില്ലാതെ ഭാരപ്പെട്ട് നിൽക്കുന്നവരോട് ദൈവാത്മാവ് പറയുക, ഇന്ന് രാത്രി നിനക്ക് സമാധാനത്തോട് ഉറങ്ങുവാനുള്ള ദൈവത്തിന്റെ ശക്തിയായി ഈ യേശുവിന്റെ രക്തം ഇറങ്ങിയ. ഹല്ലേലൂയ. സമയം പോയതുകൊണ്ട് ഞാൻ വേഗം പോകുകയാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 7:14 കൂടി നമുക്ക് വായിക്കാം. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര, ഈ ലോകത്തുള്ള ഏതെങ്കിലും രക്തത്തില് മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ രക്തത്തില് തന്റെ തുണിയോ എന്തെങ്കിലും ഇട്ടാൽ ആ രക്തക്കറ പുരണ്ടു വരും. ഒരുപക്ഷെ അത് കഴിയാൻ പോലും മാറാത്ത കറയായിരിക്കാറുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും അതിന്റെ കൊടി രക്തത്തിൽ മുക്കിയിട്ടാണ് നമുക്കുള്ള അറിവ് കിട്ടിയിരിക്കുന്നത്, എനിക്കുള്ള അറിവ് കിട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് കളർ കൊടുത്തിരിക്കുന്നത് പറയുന്നത്. ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഭൂമിക്കും യേശുവിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി എന്ത് ചെയ്യാ വെളുപ്പിച്ചിരിക്കുന്നു. അതെ, നിന്റെ എത്ര ഇരുളടഞ്ഞ ജീവിതമായാലും, നിന്റെ എത്ര പാപം നിറഞ്ഞ ജീവിതമായാലും, ദുർമാർഗമായാലും, ഹല്ലേലൂയ, അതിനെ ശുദ്ധീകരിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന, ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന, ശുദ്ധീകരിച്ച് നല്ല വ്യക്തിത്വമാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരേ ഒരു രക്തമേ ഉള്ളൂ. അത് യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങ് എന്ന് പറയുന്ന നിന്റെ ദേഹം, ദേഹി, ആത്മാവ് ഈ രക്തത്താൽ കരുകൾ പ്രാപിക്കണം, ശുദ്ധീകരിക്കപ്പെടണം. ഈ രക്തം അല്ലെങ്കിൽ നിന്നെ കറയിലേക്ക് കൊണ്ടുപോകല്ല, ഇരുളിലേക്ക് കൊണ്ടുപോകല്ല, ഇരുളിന്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നല്ല. ഈ രക്തം നന്മയിലേക്കും, നന്മയുടെ തേജസ്സിലേക്കും, ദൈവ മഹത്വത്തിലേക്കും, ദൈവിക പ്രവൃത്തിയിലേക്കും, ദൈവമായുള്ള ബന്ധത്തിലേക്കും കൊണ്ടുവന്നതാണ് ഈ യേശുവിന്റെ രക്തം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പ്രിയ സഹോദരങ്ങളോട്, പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, യേശുവിന്റെ രക്തം നിന്നെ ശുദ്ധീകരിച്ച് അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിന്റെ ദേഹം, ദേഹി, ആത്മാവ് ഈ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഹിമം പോലെ വെളുപ്പിക്കണമെന്നാണ് പരിശുദ്ധമാ പറയുന്നത്. ഹല്ലേലൂയ. തമാശ പറയാൻ വന്നിരുന്നതല്ല, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. ആകാശം മാറിപ്പോയാലും, ഭൂമി മാറിപ്പോയാലും, ലോകം സകലതും മാറിപ്പോയാലും മാറിപ്പോകാത്ത ഒന്നേ ഉള്ളൂ, ഈ ദൈവത്തിന്റെ വചനം മാത്രം മാറിപ്പോയില്ലെന്ന്. എത്രയോ പേര് ഇതിനെ തകർത്ത് കളയാനും, ഉടച്ചു കളയാനും, മാറ്റിക്കളയാനും തടഞ്ഞു വെച്ചു. തടയുന്നതിനനുസരിച്ച് ഇതിന്റെ പ്രവർത്തന ശക്തി വർദ്ധിക്കുകയാണെന്ന്. ഹല്ലേലൂയ. തളരാതെ മുന്നേറുന്നത് ഈ രക്തം തന്നതാണ്. ഇതിന്റെ ഈ മാർഗത്തിന്റെ നായകനായിരിക്കുന്ന, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന ക്രിസ്തു തന്നെ സ്വന്തമായി രക്തം തന്ന് നേടിയതാണ് ഈ ദൈവസഭ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് ഭീഷണിയുടെ മുമ്പിലോ, വാക്കുകളുടെ മുമ്പിലോ, സാത്താനിയ പ്രവൃത്തിയുടെ മുമ്പിലോ, സാത്താനിയ അവിചാര മന്ത്രവാദം അതിന് മുമ്പിൽ തകർന്നു പോകാൻ കഴിയത്തില്ല. കാരണം ഇതിനെ സംരക്ഷിക്കുന്ന ഒരേ ഒരു രക്തമാണ് യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരൻ, ഇന്ന് രാത്രിയിൽ നിന്റെ ഹൃദയക്കണ്ണുകൾ തുറക്കട്ടെ. അതെ, ഇന്ന് രാത്രി ഹൃദയക്കണ്ണുകൾ തുറന്ന് ഈ നിന്നെ വിശുദ്ധീകരിച്ച്, ശുദ്ധീകരിച്ച് പിതാവിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആക്കി തീർക്കുന്ന ഈ പുണ്യാക രക്തത്തിലേക്ക് വരുവാനാണ് ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളെ വിളിക്കുന്നത്. ഇതിനകത്ത് സകല വിടുതലുമുണ്ടെന്നേ, ഇതിനകത്ത് അത്ഭുതമുണ്ടെന്നേ, ഇതിനകത്ത് സൗഖ്യങ്ങൾ നടക്കുമെന്നേ, ഇതിനകത്ത് നിനക്ക് വേണ്ട നന്മയുണ്ടെന്ന് വിശ്വസിച്ചു, സ്തോത്രം ചെയ്തു. ദൈവപ്രവൃത്തി ആരംഭിക്കാൻ പോകുകയാണ്. പുസ്തകം 22:14. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് ഉണ്ടാകേണ്ട, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം, അത് ജീവന്റെ വൃക്ഷമായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രവും അലക്കുന്നവർ ഭാഗ്യവാന്മാർ. തങ്ങൾക്ക് അധികാരമുണ്ടാകുവാൻ,
ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നവർ ഭാഗ്യവന്മാർ. ജയം നൽകുന്ന യേശു ഇന്ന് രാത്രിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. വിടുതൽ നൽകുന്ന യേശു ഇന്ന് രാത്രിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്നാമത്തെ വചനം ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു, യേശുവിന്റെ രക്തം സംരക്ഷിക്കുന്ന രക്തമാണ്. മൂന്നാമത് ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗുണകരമായി ശുദ്ധീകരിക്കുന്നതാണ് ഈ രക്തം. ഹല്ലേലൂയ. നാലാമത് പറഞ്ഞു, വിലയേറിയ രക്തമാണ്. അഞ്ചാമത് ഞാൻ പറഞ്ഞു, ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. ആറാമത് പറഞ്ഞു, നിത്യനിയമത്തിന്റെ രക്തമാണ്. 7 സമീപസ്ഥരാക്കുന്ന രക്തം. ഹല്ലേലൂയ. 8 ജയം നൽകുന്ന രക്തം. ഇന്ന് രാത്രി ഇനി അനേക വചനങ്ങളും അനേക കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിധിയിൽ എനിക്ക് നടത്തേണ്ടത് കൊണ്ട്, അടുത്ത ലൈവ് തുടങ്ങാൻ പോകുന്നത് കൊണ്ട് 8:30 എന്റെ പ്രിയപ്പെട്ട ഹല്ലേലൂയ വൈഫ് സംസാരിക്കാൻ പോവുകയാണ്. ഹിമ തോമസ് ഇന്ന് ഹല്ലേലൂയ ലിവിംഗ് ബേ ടിവിയിലൂടെ നിങ്ങളോട് ദൈവവചനം സംസാരിക്കും. ഹല്ലേലൂയ 8:30 മുതലാണ്. നിങ്ങൾ എല്ലാവരും കാണണം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദൈവം പറയാ, നിനക്ക് ജയം നൽകുന്ന രാത്രിയാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടുന്ന രാത്രിയാ. ഇന്ന് രാത്രി ദൈവ മഹത്വം നിന്റെ കുടുംബത്തിൽ ഇറങ്ങുന്ന രാത്രിയാ. ശത്രു പറയുക, നീ പരാജയപ്പെട്ടെന്ന്. ദൈവം പറയുക, എന്റെ രക്തത്തിൽ വിശ്വസിച്ചാൽ നീ ജയം പ്രാപിക്കാൻ പോവുക. എല്ലായിടത്തും ജയോത്സവമായി കൊണ്ടാടുന്ന ദൈവത്തിന്റെ ശക്തി. അത് പൈശാചികൻ ഭയപ്പെട്ട പിശാചിന്റെ എല്ലാ ആയുധങ്ങളും ക്രൂശിന്മേൽ അവന്റെ ചുവട്ടിൽ പാദപീഠത്തിൽ കൊണ്ടുവന്ന് അടിയറ വെച്ചത് യേശുവിന്റെ രക്തത്താലാണെങ്കിൽ ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുക, ഈ യേശുവിന്റെ രക്തം നിന്നെ സകല അനീതിയിൽ നിന്നും സകല മേഖലകളിൽ നിന്നും നിന്റെ അവകാശത്തിൽ മേലും നീതിമാന്റെ അവകാശത്തിൽ മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കില്ല. ഇന്ന് രാത്രിയിൽ നീ നീതിയോട് നിൽക്കാൻ ഈ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നിന്നെ വിശുദ്ധീകരിച്ച് നിർത്തുക ഈ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നിന്നെ ശുദ്ധീകരിച്ച് നല്ല വ്യക്തിത്വമാക്കി തീർക്കുക യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ യേശുവിന്റെ രക്തത്തിൽ നീ വിശ്വസിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ അത്ഭുതം നടക്കും. മുഴകൾ അപ്രത്യക്ഷമാകും. തൊണ്ടയിൽ ഹല്ലേലൂയ മുഴ പോലുള്ള രോഗങ്ങൾ ഇന്ന് രാത്രി ദൈവം സൗഖ്യമാക്കും. അസാധ്യങ്ങളെ ഹല്ലേലൂയ ഹല്ലേലൂയ നല്ല ഹല്ലേലൂയ സാധ്യമാക്കുന്ന ആ യേശുവിന്റെ സ്നേഹം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുക. ഹല്ലേലൂയ. അത്ഭുതം ചെയ്യുവാൻ ഈ യേശുവിന്റെ രക്തത്തിന് കഴിയും. വിശ്വസിച്ചാൽ മാത്രം മതി. ഏത് തീരാ രോഗത്തെ സൗഖ്യമാക്കുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. എത്ര കൊടും പാപം ചെയ്തവനെ, എത്ര കുറ്റവാളിയെ ഹല്ലേലൂയ മാനസാന്തരപ്പെടുത്തി ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകളാക്കി മാറ്റുവാൻ ഈ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഉലകത്തിൽ ഉണ്ടായതും ഉലകത്തിൽ ഇനി ഉണ്ടാകാത്തതുമായ ഒന്നേ ഉള്ളൂ, അത് യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഈ മാർഗത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിച്ച് വരണം. ഈ മാർഗം നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല, ഇത് രക്ഷയിലേക്ക് കൊണ്ടുപോകുന്ന, ഇത് ഏതെങ്കിലും മതത്തിന്റെ അല്ല, ഇത് ഏതെങ്കിലും സംഘടനയല്ല. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഞങ്ങളുടെ നായകനായിരിക്കുന്ന, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന നാസറേയനായ യേശു എന്ന നായകന്റെ നാമത്തിലാണ് വന്നിരിക്കുന്നത്. ഞങ്ങളൊരു പ്രസ്താവനത്തിന്റെയോ ഒരു മതത്തിന്റെയോ അല്ലെ നാമത്തിലല്ല വന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന രാത്രിയാ. ഇന്ന് രാത്രി കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങുന്ന രാത്രിയാ. ഹല്ലേലൂയ. തലമുറകൾ ജനിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി കർത്താവ് അറിയാ, നിനക്ക് തലമുറ ജനിക്കുമെന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും. ഈ രക്തം ഹല്ലേലൂയ നിന്റെ ഉദരത്തിൽ വ്യാപരിക്കുമെന്ന്, വിടുതലായി ഇറങ്ങുമെന്ന് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന വിവിധ രാജ്യങ്ങളിലുള്ളവരുണ്ട്. അവരോട് ഞാൻ സ്തോത്രം ചെയ്ത് പറയുക, ഹല്ലേലൂയ. വലിയ വിടുതലേ നിങ്ങൾക്ക് നടക്കും. ശത്രു നിങ്ങളെ തോൽപ്പിച്ച് കളയത്തില്ല. ശത്രുവിനെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. അതുപോലെ ശത്രു പരാജയപ്പെട്ട ഏക മാർഗം ഹല്ലേലൂയ അത് യേശുവിന്റെ രക്തത്തിന്റെ മുമ്പിലാണ്. അത് യേശുവിന്റെ വചനത്തിന് മുമ്പിലാണ്, യേശുവിന്റെ നാമത്തിന് മുമ്പിലാണ്. അങ്ങനെയെങ്കിൽ പിശാച് വിറച്ചതും പിശാച് അലറി മാറിയതും യേശുവിന്റെ നാമത്തിന് മുമ്പിലാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി രോഗസൗഖ്യങ്ങൾ നടക്കുക. വിശ്വസിക്കുന്നവരെ ദൈവീയ ശുശ്രൂഷയിലേക്ക് കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുക. ഈ ശക്തി അത്ഭുതമായി മാറാൻ പോകുക.
ഇന്ന് രാത്രി നമുക്ക് ഈ വചനത്തിന് മുമ്പിൽ ഹല്ലേലൂയ നമ്മളെ സംരക്ഷിച്ച് വിടിവിക്കുന്ന, അത്ഭുതം ചെയ്യുന്ന, അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്ന, അനുഗ്രഹപാത്രമാക്കി തീർക്കുന്ന ആ രക്തത്തിന് മുമ്പിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം, ഈ നല്ല സമയത്ത് ദൈവത്തിന്റെ വചനം യേശുവിന്റെ രക്തത്തെ കുറിച്ച്, ആ രക്തം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്നും വിടുതൽ നൽകുമെന്നും ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവിക പ്രവൃത്തികൾ ചെയ്യുമെന്നുള്ള ദൈവിക ആലോചന കൊടുക്കുവാൻ ദൈവമേ നീ കൃപ തന്നതിനായി സ്തോത്രം. ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. എന്നെ കേട്ടവർക്കായി, ഹല്ലേലൂയ ഇനി കേൾക്കാൻ പോകുന്നവർക്കായി, ഈ ലോക രാജ്യങ്ങൾക്കായി ഞാൻ സംസാരിച്ചിരിക്കുന്ന കർത്താവേ, ഈ വചനം ജീവനും ചൈതന്യമായി ഇറങ്ങണമേ. ആത്മാവിൽ വെളിപ്പെട്ട ഈ വചനം അന്തരീക്ഷ മേഖലയിൽ ശത്രുവിന്റെ മുഖങ്ങളെ തകർത്ത് വലിയൊരു ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തണമേ കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ രാജ്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മഹാമാരിയായിരിക്കുന്ന ഈ രോഗത്തിൽ നിന്ന് കർത്താവേ, കൊറോണ രോഗത്തിൽ നിന്ന് ലോക രാജ്യങ്ങളെ വിടിവിക്കണമേ. അങ്ങയുടെ ജനത്തെ വിടിവിക്കണമേ. ഈ രക്തം സംരക്ഷണമായി ഇറങ്ങണമേ. ഈ വൈറസ് രോഗത്തിൽ നിന്ന് ജനത്തെ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇന്ത്യ രാജ്യം അതിർത്തി പ്രശ്നങ്ങളിലേക്ക് കലാശിച്ചിരിക്കുന്നു. അനേകർ വീരവത്യം ഭരിച്ചിരിക്കുന്ന കർത്താവേ, അവരെ കർത്താവേ ഇനി ആ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഒരു സമാധാനം അയക്കുക. ഈ യേശുവിന്റെ രക്തം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ആ ജീവന്റെ രക്തം നിങ്ങളുടെ മേൽ തളിക്കപ്പെടുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക. നിങ്ങളുടെ മേൽ തളിക്കപ്പെടാൻ പോകുക. അത് യേശുവിന്റെ നാമത്തിൽ തളിക്കപ്പെടട്ടെ. സൃഷ്ടിപ്പ് നടക്കട്ടെ. ഇല്ലാത്തത് ഉണ്ടായി വരട്ടെ. അവയങ്ങൾ ഉണ്ടായി വരുവാൻ കൽപ്പിക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുക. ദൈവത്തിന്റെ ആത്മപ്രവൃത്തി ആരംഭിക്കുക. ദൈവ സ്നേഹം ഇറങ്ങിയാണ്. അകന്ന് നിൽക്കുന്ന ബന്ധങ്ങളെ ഒന്നിപ്പിച്ച് ദൈവ തേജസ്സിൽ നടത്തുന്ന ഹല്ലേലൂയ ദൈവ പ്രവൃത്തി ആരംഭിക്കട്ടെ. സംരക്ഷിക്കുന്ന ദൈവശക്തി, വിടിവിക്കുന്ന ദൈവശക്തി, ശുദ്ധീകരിക്കുന്ന ദൈവശക്തിയായ യേശുവിന്റെ രക്തം ഇന്ന് സകലരെ വിടിവിക്കട്ടെ. അത്ഭുതം ചെയ്യട്ടെ. എന്നെ കേട്ട എല്ലാവരുടെ മേലും, ഇനി കേൾക്കാൻ പോകുന്നവരുടെ മേലും പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിലും യേശു ക്രിസ്തുവിന്റെ രക്തത്താലും ഇന്ന് പ്രസംഗിച്ച ദൈവവചനത്താൽ ഞാൻ അവരെ അനുഗ്രഹിക്കുക. ഒരു അത്ഭുതമായി മാറട്ടെ. അടയാളങ്ങൾ വെളിപ്പെടട്ടെ. വിടുതലായി മാറട്ടെ. ദൈവമഹത്വമായി ഇറങ്ങി വരട്ടെ. ദൈവ തേജസ്സായി ഇറങ്ങി വരട്ടെ. രക്തം നിങ്ങളെ ഇന്ന് രാത്രി പിടിപ്പിക്കുന്ന രാത്രിയാ. അത്ഭുതം ചെയ്യുന്ന യേശു, അത്ഭുതം ചെയ്യുന്ന യേശു, വിടിവിക്കുന്ന യേശു, അനുഗ്രഹിക്കുന്ന യേശു, മാനിക്കുന്ന യേശു ഇന്ന് രാത്രി നിങ്ങളുടെ സന്നിധിയിലേക്ക് ഇറങ്ങി വന്നേക്കാം. ഞാൻ പറഞ്ഞ ഈ വചനത്തിലൂടെ, ഈ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ തലമുറയിലേക്ക് ഇറങ്ങി വന്നിരിക്കുക. ആരൊക്കെ എത്ര പറഞ്ഞാൽ എഴുതി വെച്ചാലും ഇന്ന് രാത്രിയിൽ ആ ബന്ധനത്തെ പൊട്ടിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ശക്തിയാണ് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. അത് നിങ്ങളെ വിടിവിക്കുക, അത്ഭുതം ചെയ്യുക, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അതേ രക്തത്തിലൂടെ വെളിപ്പെട്ട ദൈവിക അഭിഷേകം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ വ്യാപരിക്കുക. ഏത് മനുഷ്യനെ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ യേശുവിന്റെ സ്നേഹം നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരിക. അത്ഭുതം ചെയ്യട്ടെ. ഭാരങ്ങൾ മാറട്ടെ, ദുഃഖങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, വിടിവിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളാൽ ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 8:30 മുതൽ ലിവിംഗ് വേ ടിവിയിലൂടെ, ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ, പേജിലൂടെ നിങ്ങളോട് ദൈവവചനം ഹിമ തോമസ് വചനം പറയുന്നതായിരിക്കും. നിങ്ങളത് കേൾക്കേണ്ടതാണ്. ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. അനുഗ്രഹമായെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം. ഞങ്ങൾ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആത്മീയ ആലോചനകൾ പറഞ്ഞു തരും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത്, പ്രിയപ്പെട്ടവർ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആമേൻ.